السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، واشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله، صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിം അത് ഉച്ചരിക്കുന്നതോടുകൂടി അവനിൽ നിന്ന് നിർബന്ധമാകുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം തസ്ദീഖുഹു ഫീമാ അഖ്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളിൽ അവിടുത്തെ വിശ്വസിക്കുക എന്നതാണ്. ഈ അടിസ്ഥാനം നിരാകരിക്കുന്നതിൽ ജനങ്ങൾ 2 തരക്കാരാണ്. ഒരു വിഭാഗം നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ തള്ളുന്നവരാണ്. അവരിൽ ചിലർ മുഴുവനായും ഹദീസുകളെ നിഷേധിക്കുന്നവരാണ്. ഹദീസ് ഇസ്ലാമിൽ പ്രമാണമേ അല്ല എന്ന് പറയുന്ന ചിലരുണ്ട്. അത് തീർത്തും ഗുരുതരമായ, ഒരു വേള മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തെത്തിക്കുന്ന കുഫറിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ഹദീസ് ഇല്ലാതെ ഖുർആൻ മനസ്സിലാക്കുക എന്നത് സാധ്യമല്ല. ഖുർആനിൽ പല കാര്യങ്ങളും പൊതുവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ. മോഷ്ടിക്കുന്ന ഒരാൾ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അവരുടെ കൈ നിങ്ങൾ ഛേദിക്കുക. അസ്സാരിഖ്, മോഷ്ടാവ് എന്ന് അറബിയിൽ പറയുന്നത് ആർക്കാണ്? എന്ത് കട്ടവനും മോഷ്ടാവാണ്. 1 രൂപ കട്ടാലും മോഷ്ടാവാണ്, 1 കോടി കട്ടാലും മോഷ്ടാവാണ്, സാരിഖാണ്. 1 രൂപ ഒരാൾ മോഷ്ടിച്ചാൽ അതിന്റെ പേരിൽ അയാളുടെ കൈ ഛേദിക്കപ്പെടുമോ? ഇല്ല. പിന്നെ എപ്പോഴാണ് ഒരാളുടെ കൈ ഛേദിക്കേണ്ടത്? കൈ ഛേദിക്കാൻ മാത്രം ഗൗരവമുള്ള മോഷണം എപ്പോഴാണ് ആയിത്തീരുക? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലാണ് ഉള്ളത്. ദീനാറിന്റെ റുബുഅ്, ദീനാറിന്റെ 4/1 മൂല്യമുള്ള വസ്തു മോഷ്ടിച്ചാൽ മാത്രമേ ഒരാളുടെ കൈ ഛേദിക്കപ്പെടുകയുള്ളൂ. അത് ഹദീസിലാണുള്ളത്. അതുപോലെ തന്നെ വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, നിങ്ങൾ അവരുടെ കൈകൾ ഛേദിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. എത്ര കൈ ഛേദിക്കണം? ഖുർആനിൽ വന്നത് ഐദ് എന്നാണ്. ഐദ് എന്ന വാക്ക് കൈയിന്റെ ബഹുവചനമാണ്. 2 കൈ ഛേദിക്കണം. അതുപോലെ തന്നെ അറബിയിൽ യദ് എന്ന വാക്ക് നിരുപാധികം പ്രയോഗിച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തോളു മുതൽ വിരൽ വരെയാണ്. ഇതിനാണ് കൈ എന്ന് പറയാം. മലയാളത്തിൽ അങ്ങനെ തന്നെ. കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ ഉദ്ദേശിക്കാൻ സാധ്യതയുണ്ട്. തോളുമെന്ന് കൈവെട്ടണോ? വേണ്ടതില്ല. ഈ പറഞ്ഞതൊക്കെ വിശദീകരണം ലഭിക്കുന്നത് ഹദീസിൽ മാത്രമാണ്. ഹദീസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നും മനസ്സിലാവുകയില്ല. നിസ്കാരത്തിന്റെ രൂപം തന്നെ നോക്കൂ നിങ്ങൾ. നിസ്കരിക്കാനുള്ള രൂപങ്ങളെക്കുറിച്ച് പൊതുവായ പ്രയോഗങ്ങളാണ് ഇസ്ലാമിലുള്ളത്. റുക്കൂഅ് ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ. എങ്ങനെ റുക്കൂഅ് ചെയ്യണം? എന്താണ് റുക്കൂഇന്റെ രൂപം? എന്താണ് സുജൂദിന്റെ രൂപം? എങ്ങനെയാണ് നിസ്കാരത്തിൽ ഖുർആൻ ഓതേണ്ടത്? ഫാത്തിഹ ആദ്യം ഓതണോ? രണ്ടാമത് ഏതാണ് ഓതേണ്ടത്? ഇങ്ങനെ നിസ്കാരത്തിന്റെ റക്അത്തുകൾ എത്രയാണ്? നിസ്കാരവുമായി ബന്ധപ്പെട്ട, ദീനുമായി ബന്ധപ്പെട്ട അനേകം വിധിവിലക്കുകൾ ഹദീസിൽ മാത്രമാണുള്ളത്. ഹദീസിനെ പൂർണ്ണമായി നിഷേധിക്കുന്ന ഒരു വിഭാഗമുണ്ട്. രണ്ടാമതൊരു വിഭാഗം അഖീദയുടെ വിഷയങ്ങളിൽ ഖബർ അഹാദ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരാണ്. നമ്മുടെ നാട്ടിലുള്ള അശ്അരി അഖീദക്കാരും മറ്റുമൊക്കെ ഇത് പറയുന്നവരാണ്. അവർ പറയും ഖബർ അഹാദ് ആയിട്ടുള്ള ഹദീസുകൾ വിശ്വാസ കാര്യങ്ങളിൽ സ്വീകാര്യമല്ല. അഖീദയുടെ വിഷയങ്ങളിൽ ഖബർ അഹാദ് സ്വീകാര്യമല്ല. പലപ്പോഴും ഖബർ അഹാദ് എന്ന് പറയുമ്പോൾ ഖബർ എന്ന് പറഞ്ഞ വാർത്ത, അഹാദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടത്. അപ്പൊ ആളുകൾ നേരെ ഭാഷാർത്ഥം പറയും ഖബർ അഹാദ്, ഒറ്റപ്പെട്ട ഹദീസ്. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഖബർ അഹാദ് എന്നത് ഒരു സാങ്കേതിക പദമാണ്. മുതവാത്തിർ അല്ലാത്ത എല്ലാ ഹദീസുകൾക്കും ഖബർ അഹാദ് എന്ന് പറയും. എന്താണ് മുതവാത്തിർ എന്ന് പറഞ്ഞാൽ? മുതവാത്തിർ എന്ന് പറഞ്ഞാൽ ഒരു വാർത്ത ഒരു കാലഘട്ടത്തിൽ
പല സ്ഥലങ്ങളിലും പല അവസ്ഥകളിലുമുള്ള മനുഷ്യർ ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുക. ഒരു കാലഘട്ടത്തിൽ അവർ ഒരേ സ്ഥലത്തുള്ള ആൾക്കാരല്ല, പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരായിരിക്കണം. എന്തിനീ പല സ്ഥലത്താന്ന് പറയും? ഒരേ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരേ കളവ് നാവിൽ വരാൻ സാധ്യതയുണ്ട്. പല നാട്ടിൽ മുസറിൽ ഒരാള്, പിന്നെ ഇറാഖിൽ മറ്റൊരാള്, മദീനയിൽ വേറൊരാള്, മക്കയിൽ വേറൊരാള്, ഇവരെല്ലാം കൂടി പറയണ ഒരു കാര്യം പറയാം. ഇവരെല്ലാം ധാരാളം ആളുകൾ ഇങ്ങനെ പല ഇടങ്ങളിൽ നിന്നായി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല. അടുത്ത തലമുറയിൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ, പിന്നെ അടുത്ത തലമുറ അതിനേക്കാൾ കൂടുതൽ ആളുകൾ. ഇങ്ങനെ ഓരോ തലമുറയിലും കളവു പറയാൻ ഒരു നിലക്കും സാധ്യമല്ല എന്ന് ഉറപ്പായും ബോധ്യപ്പെടുന്ന വിധത്തിൽ ഹദീസുകൾ നിവേദനം ചെയ്യപ്പെട്ടാൽ അതിന് പറയുന്ന പേരാണ് മുത്തവാത്തിർ. മുത്തവാത്തിറായ ഹദീസുകൾ പലതുണ്ട്. പക്ഷെ ഇങ്ങനെ വരുന്ന ഹദീസുകൾക്കാണ് മുത്തവാത്തിർ എന്ന് പറയുക. മുത്തവാത്തിർ അല്ലാത്ത ഹദീസിനാണ് ഖബർ അഹദ് എന്ന് പറയുക. ഇപ്പൊ ഖബർ അഹദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഹദീസിന്റെ സനദുകൾ 10 ഉണ്ടായിരിക്കും, 20 സനദ് ഉണ്ടായിരിക്കും, 30 സനദ് ഉണ്ടായിരിക്കും. പക്ഷെ മുത്തവാത്തിർ ആയിക്കൊള്ളണമെന്നില്ല. മുത്തവാത്തിർ അല്ലേ അത് ഖബർ അഹദാണ്. ഇത് ഖബർ അഹദ് എന്ന് പറയാം. ചിലപ്പോ സഹാബിമാർ 2 ആളുകൾ നിവേദനം ചെയ്തിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 2 ആൾ പറഞ്ഞിട്ടുണ്ടാവും. താബിഈങ്ങൾ അവര് 10 ആൾ പറഞ്ഞിട്ടുണ്ടാവും. തബഉ താബിഈങ്ങൾ 30 ആൾ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് താഴത്തേക്ക് 40, 50 ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഓരോ തബക്കയിലും ചിലപ്പോൾ ആൾ കൂടുതലായിട്ടുണ്ടാവും ഓരോ ഘട്ടത്തിലും. ഇപ്പൊ സനദ് എടുത്തു നോക്കിയാൽ 10-40 ഹദീസ് ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ കുറച്ച് 10 ആളുണ്ടാവും, അല്ലെങ്കിൽ അത്ര ആൾക്കാരുണ്ടാവില്ല. അതന്നെ എല്ലാവരും ഒരു സ്ഥലത്തേരാ, മദീനക്കാരാണ്. ഇതിന് മുത്തവാത്തിർ എന്ന് പറയില്ല. ഇപ്പൊ മുത്തവാത്തിർ അല്ലാത്ത എല്ലാ ഹദീസ് ഖബർ അഹദാണ്. ഖബർ അഹദ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ദീനിലെ വലിയൊരു വിഭാഗം ഹദീസുകൾ അതോടുകൂടി നിരാകരിക്കേണ്ടി വരും. ഖബർ അഹദ് ഹദീസുകളിൽ സ്വീകാര്യമല്ല എന്ന് പറയുന്ന അശ്അരി അഖീദയുള്ളവർ നമ്മുടെ നാട്ടിൽ അതില്ലാത്ത ആൾക്കാരുണ്ട്. അശ്അരി അഖീദ ഇല്ലാത്ത തൗഹീദ് പറയുന്ന അല്ലെങ്കിൽ തൗഹീദിന്റെ ആളുകളാണെന്ന് അറിയപ്പെടുന്ന ചിലരും ഇതുപോലെ ഖബർ അഹദ് നിഷേധിക്കുന്നവരുമുണ്ട്. ഖബർ അഹദായ ഹദീസുകൾ അഖീദയിൽ സ്വീകാര്യമല്ല എന്നാണ് അവർ പറയാറുള്ളത്. നോക്കൂ സഹോദര, ദീനിന്റെ കാര്യം ഒരാൾ അറിയിച്ചാലും, ഒരൊറ്റ ആളേ ഉള്ളൂ. ഖബർ അഹദ് ഞാൻ പറഞ്ഞു, ഒന്നിലധികം ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ഒരൊറ്റ ആൾ അറിയിച്ചാൽ പോലും, ഖബർ അഹദ് ആണെങ്കിൽ ഒരൊറ്റ ആൾ അറിയിച്ചതാണെങ്കിൽ പോലും വിശ്വസ്തനാണെങ്കിൽ അയാളുടെ വാക്ക് സ്വീകരിക്കാം എന്നതാണ് ദീനിലെ അടിസ്ഥാനം. അതിന് തെളിവ് ഖുർആനിലുണ്ട്, ഹദീസിലുമുണ്ട്. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ അടുത്തേക്ക് അധർമ്മിയായ ഒരാൾ ഒരു വാർത്തയുമായി വന്നെത്തിയാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഉറപ്പുവരുത്തണം. അധർമ്മിയായ എത്ര ആൾ വന്നാലാണ്? ഒരാൾ വന്നാൽ. അപ്പൊ ഈ ആയത്തിന്റെ നേരെ മഫ്ഹൂം, അതിന്റെ വിപരീതാർത്ഥം എന്താണ്? മുഅ്മിനീങ്ങളെ, സത്യസന്ധനായ ഒരാളാണ് നിങ്ങളുടെ അടുത്ത് വരുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. അത് നിങ്ങൾ പരിശോധിക്കണമെന്നില്ല. അധർമ്മി വന്നു കഴിഞ്ഞാൽ മാത്രമേ പരിശോധിക്കേണ്ടുള്ളൂ. നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരാളാണ് വരുന്നത് എങ്കിലും നിങ്ങൾക്ക് ആ വാർത്ത സ്വീകരിക്കാം. അപ്പൊ ചിലർ പറയില്ല, അഖീദന്റെ കാര്യത്തിൽ അത് പാടില്ല. ഒരൊറ്റ ആൾ പറഞ്ഞാൽ അഖീദന്റെ കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒന്നിലധികം ആൾക്കാർ വേണം. അതിന് പല ന്യായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിപരമായ ന്യായങ്ങൾ. എന്നാൽ ഖുർആൻ തന്നെ അതിനെതിരാണ്. സൂറത്ത് യാസീനിൽ നോക്കൂ നിങ്ങൾ, അല്ലെ, നബിമാരുടെ ചരിത്രം തുടക്കത്തിൽ വന്നിട്ടില്ലേ? ഈ നബിമാർ അവരുടെ ജനതയിലേക്ക് തൗഹീദുമായി വന്നെത്തിയപ്പോൾ ആ നബിമാരെ കുറിച്ച് അവരിൽ വിശ്വസിക്കൂ എന്ന് പറയാൻ വേണ്ടി പട്ടണത്തിന്റെ അങ്ങേ ദൂരത്തു നിന്ന് വന്നെത്തിയത് എത്ര ആളാ? ഒരാളാണ്. വജാഅ റജുലുൻ മിൻ അഖ്ഫൽ മദീന. മദീനയുടെ അങ്ങേ അറ്റത്തു നിന്ന് ഒരാൾ വന്നെത്തി. അയാൾ പറഞ്ഞു കൊടുത്തത് ഫിഖ്ഹിയായ കാര്യമാണോ? നബിമാരെ വിശ്വസിക്കണം എന്നുള്ളത് ഫിഖ്ഹാണോ? അല്ല, അഖീദയാണ്. പക്ഷെ അഖീദയുടെ കാര്യം ഒരാൾ പറഞ്ഞപ്പോൾ വിശ്വസ്തനാണെങ്കിൽ അത് സ്വീകരിക്കാതിരുന്നു എന്നത് അവരുടെ മേൽ ആക്ഷേപമായാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ വിശ്വാസ കാര്യങ്ങൾ ഖബർ അഹദ് സ്വീകരിക്കില്ല എന്ന് പറയുന്നവർ ഹദീസിനെ നിഷേധിക്കുന്നവരാണ്.
അതുപോലെ തന്നെ മുഅ്തസിലികൾ അവർ പറഞ്ഞു ഖുർആനിലോ സുന്നത്തിലോ അല്ലെങ്കിൽ ഹദീസിൽ പ്രത്യേകിച്ചും ബുദ്ധിക്ക് വിരുദ്ധമായ ഒരു കാര്യം വന്നാൽ അത് ഞങ്ങൾ സ്വീകരിക്കുകയില്ല. മുഅ്തസിലികളിൽപ്പെട്ട വാസിൽ ഇബ്നു അതാ അയാൾ പറഞ്ഞതായി പറയപ്പെടുന്നു, ചില കിതാബുകൾ അങ്ങനെ കാണാം. അയാൾ പറയപ്പെടുന്നു ലാ യസ്നി അസ്സാനി വഹുവ യസ്നി ലാ യസ്നി അസ്സാനി വഹുവ മുഅ്മിൻ എന്ന ഹദീസിനെ കുറിച്ച്, ഈമാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഹദീസിനെ കുറിച്ച് ഇയാൾ പറഞ്ഞത്രേ, ഈ ഹദീസ് അഅ്മശാണ്, അതായത് താബിഈയായ പണ്ഡിതൻ, അദ്ദേഹമാണ് ഞങ്ങളോട് പറയുന്നെങ്കിൽ അദ്ദേഹം കളവാണ് പറഞ്ഞതെന്ന് ഞങ്ങൾ പറയും. അബൂ ഹുറൈറയാണ് ഇത് പറയുന്നത് എങ്കിൽ അബൂ ഹുറൈറയെ ഞങ്ങൾ കളവാക്കും. അള്ളാഹുവിന്റെ റസൂലിന് നേരെ മുന്നിൽ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും ഇതൊന്നും വിശ്വസിക്കാമെന്ന് ഞങ്ങൾ കരാർ തന്നിട്ടില്ല. അത് ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കാത്ത വിശ്വസിക്കാമെന്ന് ഞങ്ങൾ കരാർ തന്നിട്ടില്ല. അള്ളാഹു ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ പറയും ഇതൊക്കെ വിശ്വസിക്കാൻ തക്കവണ്ണത്തിലുള്ള ബുദ്ധിയല്ല നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അവന്റെ അടുത്ത് അടിസ്ഥാനം ഏതാണ്? ബുദ്ധിയാണ്. ബുദ്ധിക്ക് വിരുദ്ധമാണോ എങ്കിൽ അവൻ ഹദീസുകൾ സ്വീകരിക്കുന്നത്. മുഅ്തസിലി വാദമാണ്. ഈ കാലഘട്ടത്തിൽ പലരെയും ബാധിച്ചിരിക്കുന്നത് ഈ മുഅ്തസിലി ചിന്താഗതിയാണ്. ബുദ്ധിയെ ദീനിനേക്കാൾ മുൻപിൽ കൊണ്ടുപോയി വെക്കുക എന്നത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ബുദ്ധി ദലീലു മാത്രമാണ്, അല്ലെങ്കിൽ ദാലു മാത്രമാണ്, വഴികാട്ടി മാത്രമാണ്. ബുദ്ധി ഒരിക്കലും ഹാക്കിമല്ല, വിധികർത്താവല്ല. ബുദ്ധി ഖുർആനും സുന്നത്തും സത്യമാണ് എന്ന് അറിയിക്കുന്ന, അതിലേക്ക് നയിക്കുന്ന വഴികാട്ടി മാത്രമാണ് ബുദ്ധി. ഖുർആനിനും സുന്നത്തിനും മേൽ വിധി പറയാൻ കഴിയുന്ന ജഡ്ജിയല്ല. ഉദാഹരണം പറയാം, ഉസൂൽ ഫിഖ്ഹിലെ ചില കിതാബുകൾ കാണാം. ഒരു മനുഷ്യൻ അവൻ ഒരു നാട്ടിലേക്ക് ഒരു മതവിഷയത്തിലെ വിധി അന്വേഷിച്ചുകൊണ്ട് ഒരു നാട്ടിലേക്ക് വന്നെത്തി. ബസ് ഇറങ്ങിയപ്പോൾ ബസ് സ്റ്റോപ്പിലുള്ള ആൾക്കാരാണ്. അപ്പൊ അയാൾ ബസ് സ്റ്റോപ്പിലുള്ള ഒരാളോട് ചോദിച്ചു, ഇവിടെ ഒരു വലിയ പണ്ഡിതനുണ്ട് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു, ആ പണ്ഡിതന്റെ വീട് ഏതാണ്, നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരണം. അപ്പൊ ഇയാൾ ഞാൻ കാണിച്ചു തരാം, എന്റെ ഒപ്പം വന്നാൽ മതി. അങ്ങനെ ഇയാൾ പണ്ഡിതന്റെ വീട്ടിലാക്കി കൊടുത്ത് അവർ രണ്ടുപേരും പണ്ഡിതന്റെ വീട്ടിന്റെ മുന്നിൽ, പടിയുടെ മുന്നിൽ വന്നു നിൽക്കാൻ. ഇയാൾ തന്റെ ചോദ്യം പറഞ്ഞു. ഈ പണ്ഡിതൻ വിവരമുള്ള ആളോട് ചോദിച്ചു. ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കാൻ, ഇതാ നിന്റെ ഈ വിഷയത്തിൽ ഇന്ന രൂപത്തിലാണ് അതിന്റെ വിധി, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയ ഈ പാവപ്പെട്ട മനുഷ്യൻ, മിസ്കീൻ, അയാൾ പറയാണ്, നീ ആ പണ്ഡിതന്റെ വാക്ക് സ്വീകരിക്കാൻ പാടില്ല, ഞാനാണ് നിനക്ക് ഈ പണ്ഡിതനെ കാണിച്ചതുകൊണ്ട് നീ എന്റെ വാക്ക് സ്വീകരിക്കണം എന്നു പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായിരിക്കും? ശരിയാവോ? നീ എനിക്ക് പണ്ഡിതനെ കാണിച്ചു തന്നതുകൊണ്ട് ഇനി പണ്ഡിതൻ പറഞ്ഞിട്ട് അപ്പുറത്ത് നിന്നെ എടുക്കേണ്ടത് പറയാൻ പറ്റുമോ? ഇല്ല. ഖുർആനും സുന്നത്തും അള്ളാഹുവിൽ നിന്നുള്ളതാണോ എന്ന് പരിശോധിക്കാൻ നിന്റെ ബുദ്ധി നിനക്ക് വഴികാട്ടും. നിന്റെ ബുദ്ധിയോട് നീ എങ്ങനെ വേണമെങ്കിൽ പരിശോധിച്ചോ. ഖുർആൻ അള്ളാഹുവിൻ്റെതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അള്ളാഹിന്റെ റസൂലാണ്, അവിടുന്ന് പറഞ്ഞതൊക്കെ സത്യമാണ്. ഇത് നിനക്ക് ബോധ്യപ്പെടുത്താൻ നിന്റെ ബുദ്ധി നിന്നെ സഹായിക്കും. ബുദ്ധി ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ല. ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ആകാശഭൂമികളെ പടച്ച സർവ്വതും അറിയുന്ന റബ്ബ് അവതരിപ്പിച്ച ഖുർആനാണ് ഇത് എന്ന് നിനക്ക് ബുദ്ധി പറഞ്ഞു തന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബദ്ധങ്ങൾ പറ്റാത്ത വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന റസൂലാണ് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ, വിശുദ്ധ ഖുർആനും ഹദീസും അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു എന്ന് നിനക്ക് ബോധ്യപ്പെട്ടതൊക്കെ ബുദ്ധിയോട് ബോധ്യപ്പെടുന്നതാണ്. ഇത് നിനക്ക് നിന്റെ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട്ടാൽ പിന്നെ ഖുർആനും സുന്നത്തും പറഞ്ഞതിന് നിന്റെ ബുദ്ധി കൊണ്ട് അളക്കുക എന്നത് ബുദ്ധികേടാണ്, വിവരക്കേടാണ്. മനസ്സിലായി പറഞ്ഞേ? ബുദ്ധി ദലീലാണ്, അതായത് ഖുർആനിലേക്ക് സുന്നത്തിൽ വഴികാട്ടിയാണ്. ദലീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിലെ പ്രമാണം എന്ന അർത്ഥത്തിലല്ല. അറബി നിങ്ങൾ പണ്ട് മറ്റേ ടൂറിസ്റ്റ് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വഴി ഗൈഡ് ഉണ്ടാവില്ലേ, ആ ഗൈഡിന് അറബിയിൽ ദലീൽ എന്ന് പറയും. ദലീലാണ്, വഴികാട്ടിയാണ്, ഹാക്കിമല്ല, വിധികർത്താവല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ, കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൽ ലക്കും, നിങ്ങൾക്ക് യുദ്ധം ഇതാ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. യുദ്ധത്തിന്റെ ആയത്ത് നിർബന്ധമാക്കി വന്ന ആയത്താണ് അത് നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യമാണ്. അള്ളാഹു പറഞ്ഞത് വഅസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ
നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് ചില കാര്യങ്ങളോട് ഇഷ്ടം തോന്നിപ്പിക്കുകയില്ല, നിങ്ങൾക്ക് വെറുപ്പുണ്ടാകും. അല്ലാഹു വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിലും ആ കാര്യം അതിലാണ് നിങ്ങൾക്ക് ഖൈറുള്ളത്. വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളെ ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ കാര്യം നിങ്ങൾക്ക് ഷർറായിരിക്കാം. എന്നിട്ട് അതിന് മറുപടി, അതിന്റെ കാരണം അല്ലാഹു പറയാൻ. എന്താ കാരണം? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു എല്ലാം അറിവുള്ളവനാണ്, നിങ്ങൾ അറിവില്ലാത്തവരാണ്. അതാണ് ഇതിന്റെ മറുപടി. അപ്പൊ ദീനിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഹദീസുകളെ നിഷേധിക്കുക എന്നത് ഷഹാദത്ത് കലിമക്ക് വിരുദ്ധമാണ്. ഒരു വിഭാഗം ഇങ്ങനെയാണ് നിഷേധിച്ചത്. രണ്ടാമതൊരു വിഭാഗം ഹദീസുകളെ നേർക്കുനേരെ നിഷേധിച്ചിട്ടില്ല, അവർ ഹദീസുകളെ വ്യാഖ്യാനത്തിലൂടെ നിഷേധിക്കുകയാണ് ചെയ്തത്. ഒരു വിഭാഗം ഹദീസിനെ അടിസ്ഥാനപരമായി തന്നെ തള്ളിക്കളഞ്ഞു. രണ്ടാമത്തെ വിഭാഗം ഹദീസിനെ തള്ളിയില്ല, മറിച്ച് ഹദീസിന്റെ ആശയത്തെ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ ശ്രമിച്ചു. അവരാണ് പൊതുവെ മുഅവ്വില എന്ന വിഭാഗം, തഅ്വീലിന്റെ ആളുകൾ, വ്യാഖ്യാനത്തിന്റെ ആളുകൾ. അല്ലാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അവർ ആ പറഞ്ഞതിനെ നേരായ അർത്ഥത്തിൽ നിന്ന് തെറ്റിച്ച് കളയും. ഇത് ആരുടെ സ്വഭാവമായിരുന്നു? യഹൂദരുടെ സ്വഭാവമായിരുന്നു ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹി ثم يحرفونه من بعد ما عقلوه وهم يعلمون. നബിയെ, യഹൂദർ അല്ലെങ്കിൽ സഹാബികളെ, നിങ്ങൾ യഹൂദർ ഈമാൻ ഇസ്ലാം സ്വീകരിക്കുമെന്നാണോ വിചാരിക്കുന്നത്? അള്ളാഹുവിന്റെ കലാം കേട്ട് മനസ്സിലാക്കി അത് എന്താണ് പറയുന്നത് എന്ന് അവർക്ക് ബോധ്യമായതിനു ശേഷം യുഹർരിഫൂന കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാമിനെ തഹരീഫ് നടത്തുന്ന, ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകളാണ് അവർ. സത്യം എന്നറിയാം, എന്നിട്ട് വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ സ്വയം അംഗീകരിക്കരുത്. ഞാൻ എൻ്റെ മടിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വിവരക്കേട് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ട്, എൻ്റെ ഈമാന്റെ കുറവ് കൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല എന്ന് സ്വയം കുറ്റമേറ്റു പറയുക. നീ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യത്തെ നിനക്ക് അനുയോജ്യമായി ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ നിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നീ വ്യാഖ്യാനിക്കരുത്. ഇത് ഒരു കാര്യത്തിലും നിങ്ങൾ ചെയ്യരുത്. കാരണം ഇത് ഹക്കിന്റെ, യഹൂദരുടെ സ്വഭാവത്തിലേക്കുള്ള പ്രവേശനമാണത്. ആളുകൾക്ക് പല കാര്യത്തിലും ഇത് സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ അവനവന്റെ വ്യക്തിപരമായ കാര്യത്തിൽ, ഉദാഹരണത്തിന് ചിലപ്പോൾ കുട്ടികളോട് നമ്മൾ നല്ലപോലെ ഉപദേശിച്ചു കൊടുക്കും, മക്കളെ തമാശ പറയുമ്പോൾ കളവ് പറയാൻ പാടില്ല, അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു. ചിലപ്പോൾ നിന്റെ അടുക്കൽ നിന്ന് അറിയാതെ നീ ചിലപ്പോൾ തമാശക്ക് ഒരു കളവ് പറഞ്ഞു പോകും. അപ്പൊ കുട്ടി ചിലപ്പോൾ നിന്നോട് ചോദിക്കും, അല്ലപ്പ നിങ്ങളല്ലേ പറഞ്ഞേ കളവ് പറയാൻ പാടില്ല, നിങ്ങളല്ലേ പറഞ്ഞേ കളവ്. അപ്പൊ നിനക്ക് ചിലപ്പോൾ ഖുർആൻ അല്ലാഹു പറഞ്ഞതുപോലെ മനുഷ്യർക്ക് ചിലപ്പോൾ അവന്റെ പ്രതാപത്തിന്റെ സ്ഥിതിയിൽ അവന്റെ തിന്മ ന്യായീകരിക്കാനുള്ള തോന്നൽ വരും, ആളെ മുന്നിൽ താന്നൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കുട്ടിനോട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അബിന് മറന്നു ഏതാണ്, അബിന്റെ അടുത്ത് പറ്റിയ തെറ്റാണ് എന്ന് പറഞ്ഞാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു അത്. അപ്പൊ നീ പറയാൻ, അല്ല ഹദീസിന്റെ അർത്ഥം അങ്ങനല്ല, അതിങ്ങനാണ്, അതിന്റെ ഉദ്ദേശം വേറാണ്. ഇത് അവനവന്റെ കുട്ടിനോടാണെങ്കിൽ ചെയ്യരുത്. അള്ളാഹുവിന്റെ വാക്കും അവന്റെ റസൂലിന്റെ വാക്കും നിനക്ക് തോന്നുന്നതിനനുസരിച്ച് നീ വ്യാഖ്യാനിക്കരുത്, നീ അനുസരിക്കണം. അത് നിന്റെ ഒരു നീ പഠിപ്പിച്ച വിദ്യാർത്ഥിയായിരിക്കും ചിലപ്പോൾ നിനക്ക് തിരുത്തി തരുന്നത്. അപ്പൊ നീ നോക്കൂ, ഇത് പലപ്പോഴും ആൾക്കാർ ഈ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന കിബറുണ്ടല്ലോ, അതിമെന്നാണ് ചിലപ്പോൾ ആളുകൾ വലിയ വഴികേടിന്റെ ആൾക്കാരായി പോവാ. ആ ഒരു നിമിഷത്തിൽ തന്റെ ഒരു വിദ്യാർത്ഥി പറഞ്ഞു തന്നത് സ്വീകരിക്കാൻ പറ്റാത്തൊരു കിബറുണ്ടല്ലോ, അതിമെന്ന് അപ്പൊ ന്യായീകരിച്ചതായിരിക്കും. പിന്നെ ഇത് ന്യായീകരിക്കാൻ വേണ്ടി 100 കളവ് വേറെ പറയേണ്ടി വരും. അതപ്പൊ തന്നെ കാണിച്ചു തരുമ്പോ അൽഹംദുലില്ലാഹ് ഖൈർ, വലിയ ഉപകാരങ്ങൾ പറഞ്ഞെന്ന് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പര്യാപ്തമാക്കി വെക്കുക, ഹക്കിന് കീഴൊതുങ്ങാൻ. അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് കീഴൊതുങ്ങുന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പരുവപ്പെടുത്തി വെക്കുക. അത് സ്വന്തം മനസ്സിനെയും ശരീരത്തെയും ശീലിപ്പിക്കുക, അനുസരണം.
അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ധിക്കാരം കാണിക്കരുത്. മനസ്സിനോട് അത് പറഞ്ഞു പഠിപ്പിക്കുക. കാരണം നമുക്ക് ചിലപ്പോൾ ഈ ദീന് കിട്ടിയ തുടക്കത്തിൽ എന്ത് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. പക്ഷെ കുറച്ച് പ്രായം അങ്ങേറിക്കഴിഞ്ഞാലാണ് ചിലർക്ക് പിടിവാശികൾ തുടങ്ങുക. ഞാൻ ഇത്ര ക്ലാസ് കേട്ട ആളാണ്, എന്നോടാണോ നീ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറയാം. നീ എത്ര ക്ലാസ് കേട്ടാലും ഒരു ഹദീസ് നീ ചിലപ്പോൾ ഇതുവരെ കേൾക്കാത്ത ഇനി കേൾക്കാൻ സാധ്യതയില്ലേ? എനിക്ക് എത്ര വയസ്സായാലും കേൾക്കാൻ സാധ്യതയുണ്ട്. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സിൽ നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ എനിക്ക് നൽകപ്പെട്ട വഹയ് ഒരു മഴ പോലെയാണ്. അത് ഭൂമിയിൽ പതിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതലങ്ങൾ ഉണ്ടായിരിക്കും. ചില പ്രതലങ്ങൾ വെള്ളം പിടിച്ചു വെക്കാത്തതാണ്, കെട്ടി നിൽക്കും, ഉള്ളിലേക്ക് ഇറങ്ങുകയില്ല. വേറെ ചില പ്രതലങ്ങൾ മൊട്ടക്കുന്ന് പോലെയാണ്, വെള്ളം പിടിച്ചു വെക്കൂല, ഇറങ്ങിപ്പോവില്ല, വെള്ളം നിൽക്കുകയേയില്ല. എന്നാൽ അതിൽ അവിടുന്ന് ആദ്യം പറഞ്ഞ പ്രതലം അവിടുന്ന് പറഞ്ഞു അത് നല്ല മണ്ണാണ്, വെള്ളം വലിച്ചെടുക്കുകയും അതിന്റെ ഫലങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പൊ നിന്നോട് ഒരാൾ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ന്യായീകരിക്കാൻ നിൽക്കാതിരിക്കുക. നിനക്ക് ചെയ്യാൻ പറ്റൂല, എന്റെ കുറവെന്ന് പറഞ്ഞാൽ മതി. താടി വെക്കാൻ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. അഫുല്ലിഹ അർഹുല്ലിഹ എത്രയോ ഹദീസുകൾ വന്നിട്ടുണ്ട്. നീ അത് ചെയ്യുന്നില്ലെങ്കിൽ നീ പറഞ്ഞു എന്റെ കുറവാണ്, ഞാനത് ചെയ്യുന്നതിൽ കുറവുള്ള ആളാണ്. നീ ഒരിക്കലും അതൊന്നും അങ്ങനെ പറഞ്ഞതൊന്നല്ല, അക്കാലത്ത് പറഞ്ഞതല്ലേ, ഇക്കാലത്ത് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ നീ നിരാകരിക്കരുത്. നീ ചെയ്ത് തെറ്റാന്ന് അംഗീകരിച്ചാ പോരെ. ഇത് ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമല്ല താടി ഉപേക്ഷിക്കുക എന്നുള്ളത്. അള്ളാഹുന്റെ റസൂലിന്റെ കൽപ്പനക്ക് വിരുദ്ധമാകലാണ്. പക്ഷെ ഇസ്ലാമിന് പുറത്തു പോലാണോ? അല്ല. നീ ഒരിക്കലും ന്യായീകരിക്കാൻ നിൽക്കരുത്. കാരണം ഇങ്ങനെ ന്യായീകരിച്ചു തുടങ്ങിയാൽ അത് ബലാലത്തിന്റെ ആരംഭമാണ്. പിന്നെ ഒരു മനുഷ്യൻ അവിടെ നിൽക്കൂല, അവിടുന്ന് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിലേക്കൊരിക്കലും കാലെടുത്ത് വെക്കരുത്. അതല്ലെങ്കിൽ നീ ഒരിക്കലും ഒരു ഹദീസ് പറഞ്ഞു, അതിലെന്തെങ്കിലും തെറ്റുപറ്റി, മനുഷ്യനാണ്, തെറ്റുപറ്റൂ. നമ്മളാരും നബിമാരല്ല. തെറ്റുപറ്റുക എന്നത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് ആദ്യമേ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, തെറ്റുപറ്റി ഞാൻ തിരുത്താൻ റെഡിയായിരിക്കണം. ന്യായീകരണം കണ്ടെത്താൻ കാത്തിക്കരുത്. ഹദീസുകളെ നിഷേധിക്കുന്നത് രണ്ടാലൊരു രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ അടിസ്ഥാനപരമായി അങ്ങ് നിഷേധിച്ച് കളയാ, അല്ലെങ്കിൽ ഹദീസൊക്കെ ഉണ്ട് പക്ഷെ അവനവന് പറ്റുന്നിടത്ത് മാത്രം ബാക്കിയുള്ള ഹദീസുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടും സഹോദരങ്ങളെ നമുക്ക് ബാധിക്കരുത്. പ്രായമേറുന്നതിനനുസരിച്ച് നമ്മളെ പരിശോധിക്കണം. ഹക്കിൽ നിന്ന് നമ്മൾ അകലേക്ക് പോകുന്നുണ്ടോ എന്നത്. നമ്മൾ ഒരിക്കലും നമ്മളെ ഹിദായത്ത് ഉറപ്പു പറയരുത്. സഹോദര, കുറേശ്ശെയായി ദീൻ കുറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ അത് പിടിച്ചു നിർത്താനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. നോക്കട്ടെ എന്നിട്ട് അവസാനം മരണക്കെടുക്കൽ എത്തുന്നവരെ പോക്കേണ്ടാവുള്ളൂ. പിന്നെ നിനക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീ എത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശ്വസിക്കലാണ്. രണ്ടാമത്തെ കാര്യം ത്വാഅതുഹു ഫീമാ അമർ വജ്തിനാബു മാ നഹാ അൻഹു വസജർ. മൂന്ന് കാര്യം, മൂന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അനുസരിക്കണം, അവിടുന്ന് ഒരു കാര്യം വിലക്കിയാൽ ഉപേക്ഷിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചാൽ അതിന്റെ അടിസ്ഥാനം നിർബന്ധമാണ് എന്നതാണ്. അൽ അസ്ലു ഫിൽ അവാമിരി അൽ വുജൂബ്. അള്ളാഹുവിന്റെ റസൂൽ കൽപ്പനകൾ അതിന്റെ പൊതു അടിത്തറ കൽപ്പിച്ചിട്ടുണ്ടോ അത് വാജിബിനായിരിക്കും. അതാണ് അടിസ്ഥാനപരമായ നിയമം. ചിലപ്പോൾ സുന്നത്തിന് വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ കൽപ്പിക്കാറുണ്ട്, പക്ഷെ അതിന് വേറെ തെളിവുണ്ടായിരിക്കും. അത് സുന്നത്താണെന്ന് അറിയിക്കുന്ന തെളിവ് വേറെ ഉണ്ടാവും. പൊതുവെ കൽപ്പന രൂപത്തിൽ മാത്രം വന്നു കഴിഞ്ഞാൽ, നിരുപാധികമായ കൽപ്പനകൾ അള്ളാഹുവും റസൂലും ഖുർആൻ ഹദീസിൽ വന്നു കഴിഞ്ഞാൽ അത് വാജിബിനെയാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ അൽ അസ്ലു ഫിൻ നവാഹി അത്തഹരീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിലക്കിയാൽ അടിസ്ഥാനപരമായ അർത്ഥം അത് ഹറാമിനെയാണ് അറിയിക്കുന്നത് എന്ന്. ഇത് അടിത്തറയാണ്, അടിസ്ഥാനമാണ്. ഇങ്ങനെയാണ് ഇതിന്റെ അടിസ്ഥാനം. ചിലപ്പോൾ ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ തീരെ മനസ്സിലാവില്ല. ആളുകൾ പറയും അങ്ങനെ എല്ലാം കൽപ്പിച്ചെല്ലാം നിർബന്ധം പറയാൻ പറ്റൂല, വാജിബ് പറയുമ്പോൾ. ഈ താടിന്റെ വിഷയമൊക്കെ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ് ചെയ്തത്. അർഹുല്ലിഹ ഔഫുല്ലിഹ,
കൽപ്പനയാണ്. താടി നിങ്ങൾ വെറുതെ വിടണം, കൽപ്പനയാണ്. അപ്പൊ കൽപ്പന ഉജൂബിനെ അറിയിക്കുന്നു എന്നതാണ് അടിസ്ഥാനം. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചാൽ വാജിബാണ്. അതാണ് അടിസ്ഥാനപരമായ നിയമം. അപ്പൊ ചിലർ പറയല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല. ചില പണ്ഡിതന്മാർക്ക് ചിലർക്ക് തന്നെ അങ്ങനെ വാദമുണ്ട്. ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം മറ്റൊരു പണ്ഡിതന്റെ അരികിൽ പോകാറുണ്ട്, അടുത്ത് കൂടി പോകാറുണ്ട്. ഷെയ്ഖ് അൽബാനിയുടെ അടുത്ത് ഈ ശിഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈ പോകുന്ന അധ്യാപകൻ, അദ്ദേഹത്തിന്റെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ വാജിബാണ് എന്ന് അറിയിക്കുന്നില്ല എന്നാണ്. ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബല്ല, അത് നിർബന്ധമില്ല എന്നാണ് എന്റെ അധ്യാപകൻ പറയുന്നത്. ഷെയ്ഖ് ഒരു വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ അടുത്ത ദിവസം ഇദ്ദേഹം, ഈ ശിഷ്യൻ ഈ പറഞ്ഞ പണ്ഡിതന്റെ അടുത്ത് ചെന്നു. എന്തോ പണി ചെയ്യുന്നതിനിടെ അദ്ദേഹം പറഞ്ഞു, നീ ആ പുസ്തകം ഒന്നും ഇങ്ങോട്ട് എടുത്താ. അപ്പൊ ഇയാൾ അവിടെ തന്നെയായിരുന്നു. ഇയാൾ വീണ്ടും പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു, പുസ്തകം പോയിട്ട് കേൾക്കുന്നില്ല. മൂന്നാമത് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം, ഞാൻ പറഞ്ഞിട്ട് നീ എന്താ അനുസരിക്കാത്തത്? കൽപ്പിച്ചാൽ അത് വാജിബില്ലല്ലോ, വേണമെങ്കിൽ അനുസരിച്ചാൽ മതിയല്ലോ. നോക്കൂ, നിന്റെ കൽപ്പനകൾ ഒരാൾ അനുസരിക്കാതെ നിനക്ക് പറ്റുമോ? ഇല്ല. നിന്റെ കൽപ്പന നിന്റെ മകനോട് പറയാണ്, എടാ നീ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നതിന്റെ അർത്ഥം അല്ല. പൊതുവെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ല നിർബന്ധം ചെയ്തു കൊടുക്കണം. മനുഷ്യരിൽ സാധാരണക്കാരായ ആളുകൾ വരെ കൽപ്പനാ സ്വരത്തിൽ ചെയ്താൽ, ഒരു കാര്യം പറഞ്ഞാൽ പൊതുവെയുള്ള നിയമം എന്താണ്? അനുസരിച്ചോളണം, വാജിബാണ്, നിർബന്ധമാണ് എന്നെങ്ങനെ പറയുള്ളൂ. വേണമെങ്കിൽ ചെയ്താൽ മതി എന്നാണെങ്കിൽ നമ്മൾ അതിന്റെ ഒപ്പം തന്നെ പറയും, നിനക്ക് പറ്റുകയാണെങ്കിൽ ചെയ്തേക്ക് എന്ന് പറയും, അല്ലേ? എന്തെങ്കിലും സൂചന കൊടുക്കും, വേണ്ടെങ്കിൽ ചെയ്യണ്ടെന്നുള്ളത്. ഒരു കാര്യം കൽപ്പിച്ചാൽ പൊതുവെയുള്ള അടിസ്ഥാനം അനുസരിക്കണം എന്നാണ്. സാധാരണ മനുഷ്യർക്ക് വരെ അതങ്ങനെയാണെങ്കിൽ ആകാശഭൂമികളെ പടച്ച റബ്ബിന്റെ കൽപ്പനയുടെ കാര്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുടെ കാര്യം എന്താണ്? അത് വാജിബാണ്. ഒരു കാര്യം കൽപ്പിച്ചാൽ നിർബന്ധം അനുസരിക്കണം. സുന്നത്താണ് എന്ന് പ്രത്യേകം അറിയിക്കാത്തിടത്തോളം, ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗല അൻ അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാക് മഅ കുല്ലി വുദൂ. എന്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നെങ്കിൽ എല്ലാ വുദൂഇനോടുമൊപ്പം പല്ല് തേക്കാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ വാജിബാവുമായിരുന്നു. ഞാൻ അവരോട് കൽപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കൽപ്പിക്കാത്തത്? അവർക്ക് പ്രയാസമെന്ന് പേടിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ നേരർത്ഥം, ഇപ്പുറത്തെ അർത്ഥം എന്താ? ഞാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ അത് അവർക്ക് വാജിബാകുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബാണ്, അനുസരിക്കൽ നിർബന്ധമാണ്, സുന്നത്താണ് എന്ന് അറിയിക്കുന്ന തെളിവ് ഇപ്പുറത്ത് വരാത്തിടത്തോളം ഒരു കാര്യം സുന്നത്താണ് എന്ന് ഇങ്ങനെ മനസ്സിലാക്കുക. അതിന് പണ്ഡിതന്മാർക്ക് പല നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അനുസരിക്കണം. നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ, മുഅ്മിനാത്തുകളെ നിങ്ങൾ മസ്ജിദിൽ നിന്ന് തടയാൻ പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ഇത് ഒരിക്കൽ തന്റെ മക്കളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ പറഞ്ഞു, വല്ലാഹി ലനംനഅഹുൻ, അല്ലാഹു തന്നെ സത്യം, നമ്മുടെ സ്ത്രീകളെ നമ്മൾ പള്ളിയിൽ നിന്ന് തടയുക തന്നെ ചെയ്യും. അദ്ദേഹം അത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് എതിരായിക്കൊണ്ടല്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ആൾ വിചാരിക്കരുത് ഇബ്നു ഉമറിന്റെ മകൻ റസൂലുള്ളാഹിന്റെ വാക്കിന് എതിര് പറഞ്ഞതാണ് എന്ന്. അത് പറയാനുള്ള സാഹചര്യം ഇതാണ്. ആയിഷ ബിവിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും ഇക്കാലഘട്ടത്തിലെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന കോലം കണ്ടിരുന്നെങ്കിൽ അവിടുന്ന് അവരെ തടയുമായിരുന്നു. കാരണം ഹിജാബ് ശരിക്ക് പാലിക്കുന്നില്ല, അത്തർ പുരട്ടിയിട്ടും അതുപോലെ തന്നെ സുഗന്ധം പൂശിയിട്ടും തങ്ങളുടെ ഭംഗി കാണിച്ചുകൊണ്ടും ഒക്കെയാണ് പള്ളിയിലേക്ക് പോകുന്നത്. ഇതെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നു എങ്കിൽ അവിടുന്ന് വിലക്കുമായിരുന്നു. ആ അർത്ഥത്തിലാണ് ഇബ്നു ഉമറിന്റെ മകൻ അത് പറഞ്ഞത്. ഇന്ന് കാലത്ത് സ്ത്രീകൾ ഈ രൂപത്തിലാണ് പോകുന്നത്, അതുകൊണ്ട് നമ്മളെ വീട്ടുകാരെ നമ്മൾ പറഞ്ഞേക്കൂല.
എന്ന് അദ്ദേഹം പറഞ്ഞത് റസൂലുള്ളാഹിക്ക് എതിരു പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ മറ്റു മക്കൾ പറയാം, ഇബ്നു ഉമർ ഇന്നുവരെ പറയാത്ത വിധത്തിലുള്ള ചീത്ത തന്റെ മകനോട് അന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നുവരെ അങ്ങനെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി നിന്നോട് ഒരിക്കലും സംസാരിക്കുകയില്ല. മരണം വരെ അദ്ദേഹം പിന്നെ ആ മകനോട് സംസാരിച്ചിട്ടില്ല. മരിക്കുന്നത് വരെ ഇബ്നു ഉമർ തന്റെ ആ മകനോട് പിന്നെ സംസാരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്ക് എതിരു പറയുന്നത് അവർ എത്ര ഗൗരവത്തിലാണ് കണ്ടത് എന്ന് നോക്കൂ നിങ്ങൾ. ഇതുപോലുള്ള ഹദീസുകൾ വേറെയും ധാരാളം കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഒരു സഹാബി അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അൽ ഹയാഉ കുല്ലുഹു ഖൈറൻ, ലജ്ജ അത് മുഴുവനായും നന്മയാണ്. അപ്പൊ ഈ ഹദീസ് ഒരു സഹാബി പറഞ്ഞപ്പോൾ മുന്നിൽ ഇത് കേട്ടിരിക്കുന്ന ആളുകളിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഹിക്മത്തിന്റെ കിതാബുകളിൽ വായിച്ചിട്ടുണ്ട്, ലജ്ജ ഒരാളിൽ ഉണ്ടെങ്കിൽ അത് അയാളുടെ ദുർബലതയെ സൂചിപ്പിക്കുന്നതാണ്. മനുഷ്യൻ ലജ്ജിച്ചിങ്ങനെ നിൽക്കുക എന്നുള്ളത്, ലജ്ജ കാണിക്കുക എന്നുള്ളത്, അതിൽ ഒരു ദാഫുണ്ട്, ഒരു ദുർബലതയുണ്ട്, അല്ലെങ്കിൽ ദുർബലതയുടെ സൂചനയുണ്ട്. റസൂൽ പറഞ്ഞത് എന്താ? ലജ്ജ അത് മുഴുവനായും നന്മയാണ്. ഈ സഹാബി അദ്ദേഹം ഇയാളെ ശക്തമായി ആക്ഷേപിച്ചു. ആ ഹദീസ് റിവായത്ത് റാവിമാർ പറയാണ്, ഈ മനുഷ്യൻ സിന്ദീഖല്ല, നിരീശ്വരവാദിയല്ല, മറിച്ച് ഒരു സാഹചര്യത്തിൽ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് ഞങ്ങൾ ആ സഹാബിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കേണ്ടി വന്നു. ആ സഹാബിയെ മൂർത്തതായി കണ്ടതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പറയ ഇങ്ങനെ, നീ പറയാ അതിൽ ദൗർബല്യമുണ്ട്, റസൂൽ പറയുന്നത് മുഴുവൻ നന്മയാണ്, നീ അതിൽ ദൗർബല്യമുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ നീ എതിര് പറയും. സഹാബികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് എതിരു പറയുന്നതിനെ ഈ രൂപത്തിലാണ് കണ്ടത്. നോക്കൂ നിങ്ങൾ, ഖളാ ഖദറിനെ നിഷേധിക്കുന്ന ഖദരിയ വിഭാഗം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് പൊട്ടിമുളച്ചത്. ഇവരെക്കുറിച്ച്, ഖദരിയാക്കളെ കുറിച്ച്, ഖദറിനെ നിഷേധിക്കുന്ന ഈ ആളുകളെ കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി രണ്ട് സഹാബിമാർ, രണ്ട് താബിഈങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ അടുത്തേക്ക് വന്നു ചോദിച്ചറിയാൻ വേണ്ടി, അദ്ദേഹം ഹജ്ജിനുള്ള സന്ദർഭത്തിൽ. അപ്പൊ അവർക്കുള്ള മറുപടി ആയിക്കൊണ്ടാണ് ഹദീസു ജിബ്രീൽ, അല്ലെ, നിങ്ങൾ കേട്ടുള്ള ഹദീസില്ലേ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്നു, ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു, ഈമാനിനെ കുറിച്ച് ചോദിച്ചു, ഇഹ്സാനിനെ കുറിച്ച്. ആ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കുള്ള മറുപടി ആയിട്ടാണ്. കാരണം ഹദീസിൽ ഈമാൻ കാര്യങ്ങളിൽ ഏതെണ്ണി പറഞ്ഞിട്ടുണ്ട്? ഖളാ ഖദർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖദറിനെ നിഷേധിക്കുന്ന ഈ ആളുകളെ കുറിച്ച് ചോദിച്ചറിയാൻ വന്ന അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഖദരിയാക്കൾ എന്നൊരു വിഭാഗം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അവർ ധാരാളം നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, അവർ വിജ്ഞാനം, അറിവ് എവിടെയുണ്ടോ അതെല്ലാം പെറുക്കിയെടുക്കുന്നവരാണ്. അത്രയും ദീൻ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണ്. ആകെ കുറച്ച് കുഴപ്പമുള്ള എന്താണ്? യഖൂലൂന അന്നൽ അംറ ഉനുഫ്, കാര്യങ്ങൾ അപ്പപ്പോൾ സംഭവിക്കുന്നതാണ്, അള്ളാഹു തീരുമാനിച്ചത് പ്രകാരമല്ല എന്നാണ് അവർ പറയുന്നത്. അത്രയേ ഉള്ളൂ. അത് കേട്ടപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അദ്ദേഹം അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, അവരോട് നിങ്ങൾ പോയി അറിയിക്കുക, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അദ്ദേഹത്തിന് അവരുമായി ബന്ധമില്ല, അവർക്ക് അബ്ദുല്ലാഹ് ഇബ്നു ഉമറുമായും ബന്ധമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ഖദാ ഖദറിൽ അവർ വിശ്വസിക്കാത്തിടത്തോളം ഉഹുദ് മലയോളം സ്വർണം അവർ അള്ളാഹുവിന്റെ പേരിൽ ദാനം ചെയ്താലും അത് അവരിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. നമ്മൾ പല ഹദീസിൽ കേൾക്കല്ലേ ഉഹുദ് മലന്റെ സ്വർണത്തിന്റെ കാര്യം. സഹോദരങ്ങൾ, മദീനയിൽ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉഹുദ് കണ്ടിട്ടുണ്ടാവും. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഉഹുദിന്റെ ഫോട്ടോ മറ്റോ കണ്ട് നോക്കുക. എത്ര വലുപ്പമുള്ള മലയാണ് അത് എന്ന് നിങ്ങൾക്കറിയുമോ? വളരെ വലിയൊരു മലയാണ്. നിങ്ങൾ വിചാരിച്ചു നോക്കുന്നു, ആലോചിച്ച് നോക്കൂ, ഈ നാട്ടിൽ ഒരു 2 കിലോ സ്വർണം അതിന്റെ തുല്യമായി വരുന്ന സമ്പാദ്യം സ്വതക്ക കൊടുത്തൊരു മനുഷ്യനെ നമ്മൾ എങ്ങനെ ഇരിക്കും കാണുക? അയാളെ കുറിച്ച് നമ്മളെ വിചാരം എന്തായിരിക്കും? ഇങ്ങനത്തെ എന്തെങ്കിലും വിശ്വാസപരമായ അബദ്ധം ഉണ്ടെങ്കിൽ, ഞാനും ഇത്രയും സ്വതക്ക ചെയ്തൊരു മനുഷ്യൻ എന്നല്ലേ പറയാ?
ഇബ്നു ഉമർ പറയാൻ ഉഹുദ് മലയോളം സ്വർണം അവർ ദാനം ചെയ്താലും അവന്റെ അടുത്ത് സ്വീകരിക്കില്ല, അള്ളാഹുവിന്റെ ഖദർ വിശ്വസിക്കുന്നത് വരെ. അള്ളാഹുവിന്റെ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ സഹോദരങ്ങളെ അതിന് വലിയ ഗൗരവമുണ്ട്. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. അതുപോലെ തന്നെയാണ് അവിടുന്ന് ഒരു കാര്യം വിലക്കിയാലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തന്നെ. സഹാബികളുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, റഹിമല്ലാഹു നിസാഅൽ മുഹാജിറാത്ത്, മുഹാജിറുകളായ സ്ത്രീകൾക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ഹിജാബ് ധരിക്കാൻ പറഞ്ഞപ്പോൾ, അവരുടെ ശരീരം മുഴുവൻ മറക്കണമെന്ന് അവരോട് കൽപ്പിച്ചപ്പോൾ, ശഖഖ്ന മുറൂതഹുന്ന ഫഖ്തമർന ബിഹാ, അവർ തങ്ങളുടെ വീട്ടിലെ കിടക്കുന്ന വിരിപ്പ് കീറി അത് അവരുടെ വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് അവരുടെ ശരീരം മറച്ചു. നിങ്ങൾ ഹദീസ് ശരിക്കും ചിന്തിക്കണം. ഒരു സ്ത്രീ അവളുടെ ശരീരത്തിൽ താഴെ വിരിപ്പായി ഉപയോഗിക്കുന്ന ഒരു വിരിപ്പ് മുറിച്ച് അത് ശരീരത്തിൽ വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിച്ച് പുറത്തേക്കിറങ്ങിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും അവളുടെ കോലം? ഒന്ന്, അവളുടെ വീട്ടിലെ ദാരിദ്ര്യം ആളുകൾക്ക് ബോധ്യപ്പെടും. ആ അർത്ഥത്തിൽ അത് പ്രയാസകരമാണ്. അതോടൊപ്പം അവരുടെ ശരീരത്തിൽ ഉള്ള ഭംഗിയും എല്ലാ നിലക്കും മറക്കുന്ന വിധത്തിലായിരിക്കും ഇതുണ്ടാവുക. സ്വഹാബി വനിതകൾ നോക്കൂ, അവര് വസ്ത്രം ഇല്ലാഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിക്കുമ്പോ അവര് എന്ത് ചെയ്യാൻ? വിരിപ്പ് മാറ്റിവെക്കും. ഇന്ന് മുസ്ലിം സ്ത്രീകൾ അവർക്ക് വസ്ത്രമില്ലാത്തത് കൊണ്ടാണോ? വസ്ത്രം അധികരിച്ചിട്ടാണ്. ചെറിയ സമ്പത്തുണ്ട്, എന്നിട്ട് അവർ വസ്ത്രം മറക്കുന്ന കാര്യത്തിൽ എന്താണ് സ്ത്രീകളുടെ സ്ഥിതി? എന്താണ് ഹിജാബ് സ്വീകരിക്കുന്ന കാര്യത്തിൽ സ്ത്രീകളുടെ അവസ്ഥ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ആളുകളിൽ ചിലർ അതിനെക്കുറിച്ച് വിചാരിക്കുന്നത് എന്തോ ഒരു വിചിത്രമായ കാര്യമായിട്ടാണ്. ഇപ്പോൾ തന്നെ നോക്കൂ നിങ്ങൾ, ഹിജാബ് ധരിച്ചിട്ട് സ്കൂളിലുണ്ടായ വിവാദത്തെ കുറിച്ച് ഇങ്ങനത്തെ ചർച്ചകൾ നടക്കുമ്പോൾ മുസ്ലിങ്ങളായ ആളുകൾ തന്നെ മുഖം മറക്കുന്നതിനെ കുറിച്ച് അതൊരു ഹിജാബിന്റെ ഭാഗമല്ല എന്ന് പറയാൻ തിടുക്കപ്പെടുന്നത് പോലെ. അങ്ങ് ആരിത് പേടിക്കുന്നത്? ആരെ പേടിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇങ്ങനെ പ്രയാസപ്പെട്ട് മുഖം മറക്കൽ അത് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നു? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ സ്വീകരിച്ച വസ്ത്രമാണത്, അഭിമാനത്തിന്റെ വസ്ത്രമാണത്. എന്താ അതിലൊരു മോശത്തരമുള്ളത്? വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകൾ ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മുഖം മാത്രം വെച്ച് എങ്ങനെയൊക്കെ മറക്കാൻ പറ്റും അങ്ങനെയൊക്കെ മറക്കണം. ഇക്കാലത്ത് ഇന്ന് ഈ പുതിയ രൂപത്തിൽ AI മറ്റൊക്കെ വന്നതോടുകൂടി ഒരു കുട്ടിയുടെ ഒരു മുഖം കിട്ടിയാൽ മതി, എന്ത് തോന്നിയ രൂപത്തിൽ ഇതാക്കാനുള്ള വടികൾ ഇവിടെയുണ്ട്. ഏതെങ്കിലും ആണുങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ? ആണുങ്ങളെ മുഖം എടുത്തിട്ട് ആർക്കാ ആണുങ്ങളെ മുഖം ആവശ്യമുള്ളത്? എല്ലാ കാലത്തും ആണുങ്ങൾക്ക് എന്തേ മറക്കാത്ത, പെണ്ണുങ്ങളെന്തേ? ആണുങ്ങളെ ശരീരം ആരോടെ നോക്കുന്നത്? അതൊരിക്കലും നോക്കുന്നില്ല, ഒരിക്കലും കച്ചവടച്ചരക്കാവുന്നില്ല. പുരുഷന്മാരുടെ ശരീരം ഒരിക്കലും കച്ചവടച്ചരക്കാക്കപ്പെടുന്നില്ല. എല്ലാവർക്കും അത് അറിയാം. എന്തോ അറിയാത്ത കാര്യം പറയുന്ന പോലാണ്. പുരുഷന്മാരെ ആരും അങ്ങനെ നോക്കുന്നില്ല. ആ അർത്ഥത്തിൽ പുരുഷന്മാരെ ആരും ഇവിടെ നോക്കുന്നില്ല. രസകരമായ കാര്യം, പുരുഷന്മാർ പലപ്പോഴും ഇനി തലയും കൂടി മറിച്ചാൽ ഇസ്ലാമിലെ ഹിജാബാവും. അങ്ങനെ കോട്ട് ചൂട്ടിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. ഈ നടന്മാരാണെങ്കിലും ഒക്കെ ഇറങ്ങുമ്പോ അല്ലെ എല്ലാം മറച്ചിട്ടുണ്ടാവും. ആകെ കയ്യും മുഖവും പിന്നെ തലയുണ്ടാവും. ഇതല്ലാതെ വേറൊന്നും അവരത് കാണാനല്ല. എന്നാൽ സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അവരെ എങ്ങനെയൊക്കെ വസ്ത്രം ചുരുക്കാൻ പറ്റത്? എന്നിട്ട് നോക്കൂ, അവനവന് തൃപ്തിപ്പെടാത്ത കാര്യം പെണ്ണുങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കുക. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് മനുഷ്യന്റെ ബുദ്ധി ഇത്തരം ആരോപണങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുക? സ്ത്രീ വസ്ത്രം മറക്കാൻ പറഞ്ഞ ഇസ്ലാമിന്റെ കൽപ്പന പുരുഷ മേധാവിത്വം. പുരുഷന് യഥാർത്ഥത്തിൽ പുരുഷൻ ആഗ്രഹിക്കുന്ന സ്ത്രീയുടെ വസ്ത്രം മാറ്റാനായിരിക്കുള്ളൂ പുരുഷൻ ആഗ്രഹിക്കുക. കാരണം അവന്റെ വൈകാരികതയോട് താല്പര്യമുള്ളത് അതാണ്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സ്ത്രീകളുടെ ചിന്തിച്ചു നോക്കൂ, സ്ത്രീകളുടെ മുഖം കിട്ടിയാൽ മതി ആളുകൾ എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്തുണ്ടാക്കുന്നു. ഈ അടുത്ത് പിന്നെ ഈ ഒരു ഹിദായത്ത് കിട്ടിയ കുട്ടികൾ ചിലർ പറഞ്ഞതായിട്ട് എന്നോട് വേറെ ആൾ പറഞ്ഞാണ്. ഹിദായത്ത് കിട്ടിയ മക്കള് ചെറിയ കുട്ടികളാണ്. അവര് പറയും, ഞാൻ ഇത് മോശത്തരത്തിലുള്ള കാലത്ത് ഈ ഇൻസ്റ്റാഗ്രാമിലും
ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടുന്ന പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഏത് രൂപത്തിലേക്കാണ് മാറ്റപ്പെടുന്നത് എന്ന് അവർക്കറിയാത്തത് കൊണ്ടാണ്. ഇവര് പലരും തട്ടക്കെട്ടിട്ടാണ് ഫോട്ടോ ഇടുന്നത്. പക്ഷെ ഈ ഫോട്ടോ മാറ്റിമറിക്കപ്പെടുന്നത് പല വൃത്തികെട്ട രൂപത്തിലേക്കുമാണ്. ഇത് ആർക്കാണ് ഇവിടെ അറിയാത്തത്? അതാണ് അത്ഭുതം. ആർക്കാണ് ഇങ്ങനെ ഇത് നടക്കുന്നുണ്ടെന്ന് അറിയാത്തത്? എന്നിട്ട് ഇസ്ലാം ആകട്ടെ മുഖം മറക്കാൻ പറഞ്ഞു. എന്നിട്ട് മുസ്ലിങ്ങൾ അതിൽ ഇസ്സത്തായി പറയേണ്ടതിന് പകരം മുസ്ലിങ്ങൾ മുഖം മറക്കണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതിപ്പോ ഹിജാബിന്റെ കാര്യത്തിലല്ലേ, അപ്പൊ നമ്മളൊരു സംസ്കാരം, അള്ളാഹുവിന്റെ ദീനാണിത്. എന്നിട്ട് ചിലര് എഴുതാൻ ചോദിക്കാൻ, നല്ല ഓപ്ഷനുള്ള കോളേജ് ഇതല്ലാതെ മറ്റൊന്നില്ലെങ്കിൽ എന്റെ കുട്ടിയുടെ കാര്യം ഞാൻ എന്ത് ചെയ്യും? പരലോകത്ത് നിനക്ക് വല്ല ഓപ്ഷൻ ഉണ്ടോ നീ ചിന്തിച്ചിട്ടുണ്ടാ? പരലോകത്തുണ്ടല്ലോ മനുഷ്യനൊരു ഓപ്ഷൻ എന്നറിയുന്നത്. മരിച്ച് ഖബറിലെത്തിക്കഴിഞ്ഞാൽ പരലോകം എന്തായാലും ഉള്ളതല്ലേ. ഏതെങ്കിലും ഒരു മുസ്ലിമിന് സംശയം ഉണ്ടോ? നീ ഇത്രയൊക്കെ പഠിപ്പിച്ചു, ഇതൊക്കെ ആക്കി, കുട്ടികൾ ഇതൊക്കെ ആവുന്ന നിനക്ക് വല്ല ഉറപ്പുണ്ട്? എത്ര കുട്ടികളെ നീ കണ്ടേ MBBS ഒക്കെ പഠിച്ചിട്ട് ആഘോഷിക്കാൻ പോയിട്ട് വെച്ച് മരിച്ചത്? അള്ളാഹുവിന്റെ ഒരു പരലോകം വരാനുണ്ട്. റബ്ബിന്റെ അടുക്കൽ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. അതാണ് മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെയും ആദ്യത്തെ ലക്ഷ്യം പരലോകമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്തെ പഠിക്കണത്. വേറെ എന്തൊക്കെ കൂടെ പഠിക്കാനുണ്ട്? അത് മാത്രമേ നീ പഠിക്കാൻ പാടുള്ളൂ എന്നൂടെ വല്ലതും ഉണ്ടോ? ഭൗതിക വിദ്യാഭ്യാസം കെ മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തെ അനുകൂലിച്ചുകൊണ്ട് എഴുതിയ ലേഖനത്തിൽ റഹിമഹുല്ലാഹ് കെ മൗലവി എത്ര മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു നോക്കൂ. അദ്ദേഹം സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിക്കുന്നത് അനുവദനീയമാണ് എന്നത് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്ന അതേ സന്ദർഭത്തിൽ അദ്ദേഹം പറയാണ്, സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിക്കുന്നത് അനുവദനീയമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ കാലഘട്ടത്തിലെ ലിബറൽ സമൂഹങ്ങളിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകണമെന്നല്ല, ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് പഠിപ്പിക്കണമെന്നല്ല, അവർക്ക് പഠിക്കാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ പറഞ്ഞ ധാർമ്മിക മൂല്യങ്ങളൊക്കെ നിരാകരിച്ചുകൊണ്ട് ഇതിലേക്ക് പോകണമെന്നല്ല. കെ മൗലവിയെ കുറിച്ച് ഓർമ്മക്കുറിപ്പ് എഴുതിയ ഒരു രാഷ്ട്രീയക്കാരൻ, ഞാൻ രാഷ്ട്രീയ ആളുകളെ പേരും പാർട്ടിയും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, പിന്നെ കെ മൗലവിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം ഇതേ കാര്യം എഴുതിയിട്ടുണ്ട്. മൗലവി റഹിമഹുല്ലാഹ് ഇക്കാര്യത്തിൽ ശ്രദ്ധയുള്ള ആളായിരുന്നു. ഇന്ന് പലപ്പോഴും സ്ത്രീകൾ, അക്കാലത്ത് മൗലവി മരിച്ച കാലത്ത്, കെ മൗലവി മരിച്ച കാലത്ത് എഴുതിയ കുറിപ്പാണ് ഞാൻ പറയും. സ്ത്രീകളുടെ പഠനം എന്ന പേരിൽ ഇന്ന് പലപ്പോഴും ദീനിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന വിധത്തിലേക്കാണ് സ്ത്രീകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അക്കാലത്ത് അവർ പറഞ്ഞാണ്, എത്ര സത്യമാണത്. ഇന്ന് അതേപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പെൺകുട്ടികൾ കരിയർ എന്നിട്ട് ഇപ്പൊ കല്യാണം നടക്കുന്നില്ല, കുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് ആൺകുട്ടികൾ ഇത്ര പഠിച്ചിട്ടുണ്ടാവില്ല, പെൺകുട്ടി കുറേ പഠിച്ചിട്ടുണ്ടാവും. ഇവള് പഠിച്ച ആൺകുട്ടിനെ കിട്ടണമെങ്കിൽ ഇല്ല. ആൺകുട്ടികൾ പൊതുവെ ജീവിതത്തിലെ ബാധ്യതകളും മറ്റും വന്ന് ജോലിക്ക് കയറിയിട്ടുണ്ടാവും. അവസാനം കല്യാണം കഴിക്കും. കഴിച്ചാൽ തന്നെ പരസ്പരം ഈഗോ പ്രശ്നങ്ങൾ, ഞാൻ എന്നെക്കാൾ പഠിച്ചിട്ടുണ്ട്, മറ്റോ പഠിച്ചിട്ടില്ല, എന്നിട്ട് കല്യാണം മുടങ്ങി എന്തൊക്കെ പ്രശ്നങ്ങളിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുന്നത്. നേരത്തെ കല്യാണം കഴിച്ചാൽ അതിനെപ്പറ്റി മുസ്ലിം പേരുള്ള ഈ മോട്ടിവേഷണൽ പ്രസംഗം നടത്തുന്ന ആൾക്കാർ പറയും, അവളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ അരിഞ്ഞു കളയരുത്, ചിറക് നിങ്ങൾ. എത്ര വഷളത്തരമാണ് ഈ പറയുന്നത്. ഒരു സ്ത്രീ ഒരു മക്കളെ വളർത്തുന്നത് എങ്ങനെയാണ് അവളുടെ സ്വപ്നങ്ങൾ അരിഞ്ഞു കളയുന്ന? എന്ത് ഈ പറയുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷൻ മാത്രം ഇങ്ങനെ പറക്കണം, കല്യാണം കഴിച്ചതിന് ശേഷം ഭർത്താക്കന്മാരായ ആൾക്കാരുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ കല്യാണത്തിന് മുന്നേ പലയിടത്തും ടൂറിന് പോയിരുന്നു, അവിടെ യാത്ര ചെയ്ത് ഇവിടെ യാത്ര, ഇതേപോലെയാണോ? പിന്നെ കല്യാണം കഴിഞ്ഞാൽ എല്ലാ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? മക്കളെ കുറിച്ചാണ് നിന്റെ ഓർമ്മ. നീ കഴിക്കുന്ന ഭക്ഷണത്തോടുള്ള ആഗ്രഹം വരെ നിനക്ക് പിന്നെ ഇല്ലാതാവും. നിന്റെ കുട്ടികൾ കഴിക്കില്ല നിന്റെ ആഗ്രഹം. ചിലപ്പോൾ നീയൊക്കെ ചെറിയ പ്രായത്തിൽ ആലോചിച്ചിട്ടുണ്ട്, നല്ല പൈസയുടെ കുറെ മുട്ടായൊക്കെ തിന്നണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. വലുതായതിനു ശേഷം, മക്കളുണ്ടായതിനു ശേഷം ആരെയും മുട്ടായി കഴിക്കുന്നത്? അവനവന്റെ മക്കൾ കഴിക്കുന്നതിലാണ് അവർക്ക് സന്തോഷം കാണാൻ പറ്റുന്നത്. ആ മുട്ടായിയുടെ രുചി പോലും ഇല്ലാതായി. സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന സന്തോഷം അതിലാണ്, അവനെന്റെ മക്കളെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ. എന്നിട്ട് ആ മക്കളെ വളർത്തുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടികളെ വളർത്തി ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? എന്ത് നിങ്ങൾ ഈ പറയുന്നത്? നിന്റെ മുന്നിലിരിക്കുന്ന ഒരു കുഞ്ഞിന് പകരം ഒരു കോടി ഒരാൾ തരാമെന്ന് പറഞ്ഞാൽ നിനക്ക് ആ കുട്ടിക്ക് പകരാവോ? നിന്റെ മക്കൾക്ക് പകരാവോ?
ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യന് അവനവന്റെ മക്കൾ എന്നത് എത്ര വിലപ്പെട്ടതാണ്. ഒന്ന് പിരിഞ്ഞിരുന്നാൽ എത്രയാണ് നിന്റെ മനസ്സ് വേദനിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്, മനുഷ്യനങ്ങനെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം, കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ നിന്റെ സ്വപ്നങ്ങൾ എന്ത് സ്വപ്നമാണ് ഇതുള്ളത്? ദുനിയാവിൽ എന്താണ് നിങ്ങൾ ഈ കാണുന്ന സ്വപ്നം? കുറേ നാട് ചുറ്റണം എന്നുള്ളതാണോ സ്വപ്നം? കുറേ പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണോ സ്വപ്നം? ഒന്ന് ചിന്തിക്കും, ഒരു മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ കിടക്കരികിൽ നീ യാത്രകൾ ചെയ്ത സ്ഥലത്ത് നിന്ന് യൂറോപ്പിൽ നിന്നും പിന്നെ മറ്റേ അമേരിക്കയിൽ നിന്നും ആൾക്കാർ വന്നിട്ട് ഖബറിന്റെ നിന്റെ അടുത്ത് വന്നിട്ട് ഇരിക്കോ? നമ്മളെ നാടൊക്കെ സന്ദർശിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ല, അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. നിന്റെ കുട്ടികളെ നിന്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. നീ സമ്പാദിച്ചു വെക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് നിന്റെ മക്കള്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ചില വിവാഹങ്ങൾ കൊണ്ടുണ്ടായത് ഇമാം ഷാഫിഈയും ഇമാം അഹ്മദും ഒക്കെയാണ്. ആ വിവാഹം 1000 രാത്രികളിൽ രാത്രി നിസ്കാരത്തെക്കാൾ ഹയറുണ്ടാക്കിയ വിവാഹമായിരുന്നു. ഒരാൾ രണ്ടാൾക്കാർ വിവാഹം കഴിച്ചുകൊണ്ട് ഉണ്ടായത് ഇത്രയും വലിയ ആൾക്കാരാണ് മുസ്ലിം ഉമ്മത്തിന് ഉപകരിക്കുന്ന. ഒരു മനുഷ്യന്റെ ചിന്ത എങ്ങനെയാണ് മാറ്റപ്പെടുന്നത് എന്ന് നോക്കുക. എന്നിട്ട് ഈ സ്ത്രീകൾ ഇതിന്റെ ടെൻഷൻ അനുഭവിക്കുക. സ്ത്രീകൾ മെൻസ്ട്രൽ പീരീഡിന്റെ സമയത്ത് പോയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കും. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാനേജറെ ചീത്ത കേൾക്കാം, ഒരു മിനിറ്റ് വൈകിയതിന് ശമ്പളം കട്ട് ചെയ്യാം, ഫയർ ചെയ്യാം, പിന്നെ സസ്പെൻഷൻ കൊടുക്കുക, ഇതൊക്കെ അനുഭവിക്കാം. ഒരു കുഴപ്പമില്ല, പൈസക്ക് വേണ്ടി ആയതുകൊണ്ട് അതൊക്കെ കരിയർ, അതൊക്കെ ഭംഗിയുള്ള കാര്യം. എന്നാ ഭർത്താവ് അവന്റെ അനുമതി ഇല്ലാതെ നീ വീട്ടിൽ നിന്ന് പോകരുതെന്ന് പറഞ്ഞാൽ അടിമത്തം. എന്തൊരു വിവരമില്ലാത്ത രൂപത്തിലാണ് ആളുകൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത് നോക്കൂ നിങ്ങൾ. മനുഷ്യന്റെ അക്കല് എവിടെയാണ് ഈ പൊയ്ക്കുന്നത്? എന്നിട്ട് മുസ്ലിം പേരുള്ള ആളുകൾ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണിത്. അതിനായിട്ട് കുറച്ച് പ്രാസംഗികർ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് സ്ത്രീകളോട് പറയാം, നിങ്ങളുടെ സ്വപ്നങ്ങൾ അവസാനിപ്പിക്കരുത്. എന്താണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. എന്താണ് ഈ സ്വപ്നങ്ങൾ? ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത്? സഹോദര, പുരുഷനും ഇതേ പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. എവിടെയൊക്കെ കാണണമെന്ന് ചെറുപ്പത്തിലും കല്യാണം കഴിക്കുന്ന ആൾക്കാർ ഇതിന്റെ മുന്നേ ആഗ്രഹിച്ചിട്ടുണ്ട്. എത്ര സ്ഥലത്ത് ഇപ്പൊ നമ്മളൊക്കെ പോയി. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കിട്ടുന്ന ശമ്പളത്തിൽ മുഴുവൻ ശമ്പളം നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. ആ ശമ്പളം മുന്നിൽ കയ്യിലുണ്ടോ? ഇല്ല. പലതും പല ചെലവിലേക്കാണ് പോകുന്നത്. പുരുഷനും ഈ പറഞ്ഞ ത്യാഗങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. സ്ത്രീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പുരുഷനുമുണ്ട്. രണ്ടു വിഭാഗത്തിനും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും സ്ത്രീകളുടെ ബാധ്യതകളെ നിസ്സാരപ്പെടുത്തല്ല. അവർ ചെയ്യുന്നത് മഹത്തരമായ പ്രവൃത്തിയാണ്. അതിന്റെ അർത്ഥം പുരുഷൻ ചെയ്യുന്നതിന് വില കുറച്ച് കാണിക്കണം എന്നല്ല. ഈ ഫെമിനിസ്റ്റ് ഐഡിയോളജി നിലകൊള്ളുന്നത് പുരുഷനും സ്ത്രീക്കും ഇടയിൽ അസൂയ ഉണ്ടാക്കിക്കൊണ്ടാണ്. സ്ത്രീ പുരുഷനെ പോലെ ആകാൻ ശ്രമിക്കുക, പുരുഷൻ തിരിച്ചിങ്ങോട്ടും ആവാൻ നോക്കുക. അതിന്മേലാണ് നിലകൊള്ളുന്നത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ പരിഹരിച്ചത്. ആ പറഞ്ഞ വാക്ക് തന്നെ നോക്കൂ. അല്ലാഹു ചിലർക്ക് നൽകിയ ഫദ്ല് കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടാൻ പാടില്ല. ചിലതിൽ അവർക്ക് ചില ഫദീലത്തുകളുണ്ട്, ചിലതിൽ ഇവർക്ക് ചില ഫദീലത്തുകളാണ്. സ്ത്രീകളെ നോക്കൂ നിങ്ങൾ, അവർക്ക് ധാരാളം ഇളവുകളുണ്ട്. ഏതെങ്കിലും ഒരു പുരുഷൻ നിസ്കാരത്തിൽ അളവുണ്ട്, നോമ്പിൽ അളവുണ്ട്, എന്തൊക്കെ കർമ്മങ്ങളിൽ അളവുണ്ട് അറിയോ? ജമാഅത്ത് നിസ്കാരത്തിൽ അളവുണ്ട്, ജുമുഅക്ക് അളവുണ്ട്, സമ്പാദിക്കുന്ന കാര്യങ്ങളിൽ അളവുണ്ട്. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ പരിഗണനയുടെ തോത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ഒരു വിവരമില്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ പറയുന്നത് ആണുങ്ങളെയാണ് ഇസ്ലാമിൽ അടിച്ചമർത്തുന്നത് പറയരുത്. കാരണം ബാധ്യതകളെല്ലാം പുരുഷന്റെ മേലാണുള്ളത്. അള്ളാഹു അവന് അതിനുള്ള ശക്തിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന്റെ ബാധ്യത വരുന്നത്. അതൊരിക്കലും അടിച്ചമർത്തലല്ല. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മകളായിരിക്കുമ്പോൾ അവളെ നോക്കാൻ അവന്റെ വാപ്പാക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിനുള്ള പ്രതിഫലമാകട്ടെ അത്രയും വലുതാണ്. ആൺമക്കൾക്ക് ആ പ്രതിഫലം പറയപ്പെട്ടില്ല, പെൺകുട്ടികൾക്കാണ് ഇത്രയും വലിയ പ്രതിഫലം പറയപ്പെട്ടത്. സ്ത്രീകൾക്ക് നല്ല പെൺമക്കളെ നല്ല അദബിൽ വളർത്തുകയും അവരെ വിവാഹം കഴിപ്പിച്ചയക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്ര പ്രതിഫലമുണ്ട്. പാപ്പ മരിച്ചാലോ സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ നോക്കണം. നോക്കൂ, പെൺകുട്ടികളെ എത്രമാത്രം ഇസ്ലാം അവരെ സൗകര്യപ്പെടുത്തുകയാണ് ചെയ്തത്. കഴിഞ്ഞില്ല, വിവാഹം കഴിച്ചാൽ ഭർത്താവ് അവനാണ് സാമ്പത്തിക ബാധ്യത. പെണ്ണിന്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ട് വിചാരിക്കുക, എന്നാൽ പോലും അവളത് എടുക്കാൻ യാതൊരു നിലക്കും ബാധ്യസ്ഥതയല്ല. മറിച്ച് ഭർത്താവ് അവൾക്ക് എങ്ങനെ തിന്നിന് കൊടുക്കണം, നീ തിന്നുന്നത് അവളെ തീറ്റിക്കണം, നീ ധരിക്കുന്നത് അവളെ ധരിപ്പിക്കണം. അങ്ങനെ സമാനമായ രൂപത്തിൽ ധരിപ്പിക്കണം. നീ ധരിച്ചാൽ അവളെ ധരിപ്പിക്കണം, നീ ഭക്ഷിച്ചാൽ അവളെ ഭക്ഷിപ്പിക്കണം.
ഇതൊക്കെ അയാളുടെ മേൽ ബാധ്യത. നോക്കൂ, കുട്ടികൾ ഉണ്ടായി മക്കൾ വളർന്നു തുടങ്ങുന്നതോടുകൂടി നോക്കൂ, മക്കൾക്ക് ഒന്നാമത്തെ ബാധ്യത ഉമ്മാനോടാണ്. ഷെയ്ഖ് സഈദ് അൽ ഖഹ്താനിയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ മകൾ പറയാൻ, എന്നെ എന്റെ വാപ്പ ചില സമയത്ത് മടിയിലിരുത്തും ചെറുപ്പത്തില്. എന്നിട്ട് എന്നോട് ചോദിക്കും, മോളെ നിനക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം, ഉമ്മാനെയാണോ ഉപ്പാനെയാണോ? അപ്പൊ മോള് പറയണം, ഞാൻ ഉപ്പാനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയും, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒരേപോലെ ഇഷ്ടമാണ്. അന്ന് എന്റെ വാപ്പ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു, അങ്ങനെ ആവാൻ പാടില്ല മോളെ, നീ നിന്റെ ഉമ്മാനോടാണ് കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത്. കാരണം അള്ളാഹുവിന്റെ റസൂല് ഉമ്മയെക്കുറിച്ച് 3 തവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് വാപ്പാനെ കുറിച്ച് പറഞ്ഞത്. നോക്കൊരു വാപ്പ സ്വന്തം മകൾക്ക് കൂടി ഇത്രയും പണിയെടുക്കുന്നത്, എന്നിട്ട് ആ മകളെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, നീ നിന്റെ ഉമ്മാനെ കൂടുതൽ സ്നേഹിക്കേണ്ടത്. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് അതാണ്. കഴിഞ്ഞ ഉമ്മയായി കഴിഞ്ഞാൽ മക്കള് ചെയ്യേണ്ട ബാധ്യത ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. പ്രായമെത്തിക്കഴിഞ്ഞാലുള്ള ബാധ്യത എല്ലാ അർത്ഥത്തിലും, സഹോദരി എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്ക്, ഭാര്യ എന്ന നിലക്ക്, ഈ പറഞ്ഞ ആദരവുകളെല്ലാം ഇസ്ലാം കൽപ്പിച്ചു നൽകുന്നു. നിങ്ങൾ പണിയെടുക്കണ്ടെന്ന് പറഞ്ഞത്, പണിയെടുക്കണം എന്നല്ല, നിങ്ങൾ പണിയെടുക്കണ്ട, പണിയെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുത്തു. എന്നിട്ട് പറയും ഇസ്ലാം അടിച്ചമർത്താൻ ചെയ്തത്. എന്നിട്ട് ഈ പറഞ്ഞ ഐഡിയോളജി പറഞ്ഞ കുട്ടികളെ നിങ്ങൾ പുറത്തിറക്കിയിട്ട് എത്ര മക്കൾ, ഈ അടുത്ത് ഞാൻ വായിച്ചു, യൂറോപ്പിലും മറ്റൊക്കെ ഈ ഫെമിനിസ്റ്റ് ഐഡിയോളജിക്ക് അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ പ്രചാരണത്തിന് മുൻപിൽ നിന്നൊരു സ്ത്രീ, പ്രായം കുറെ ചെന്നതിന് ശേഷം ആ സ്ത്രീ ഇപ്പൊ പറയാണ്, എനിക്ക് കുട്ടികൾ ഉണ്ടായിപ്പോയില്ല എന്നുള്ളത് ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ്. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് പലതും പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോ തോന്നി. എന്ത് കാര്യം ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താ കാര്യം? എത്ര കുട്ടികൾ കല്യാണം കഴിക്കുന്ന പ്രായത്തിട്ട് ഈ കരിയർ എന്ന് പറഞ്ഞിട്ട് 20, 22, 23, 24, 25 പോകും. അതുവരെ കല്യാണാലോചന വരുന്നതൊക്കെ തട്ടിയിട്ടുണ്ടാവും. എനിക്ക് ഇങ്ങനെ വേണം, അങ്ങനെ വേണം. പിന്നെ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കല്യാണാലോചന വരില്ല. അവസാന കല്യാണം ഇവൾ അങ്ങോട്ട് ആലോചിക്കാൻ തുടങ്ങിയാലും കിട്ടൂല. എത്ര ഉണ്ട്. ഞാൻ പറയുന്ന ആൾക്കാർക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാവും. ഇനി വിവാഹം ഇത്ര വൈകി കഴിച്ചാലുള്ള അവസ്ഥ എന്താണ്? സ്ത്രീകളുടെ അവരുടെ ശാരീരികമായ കാര്യങ്ങൾ അള്ളാഹ് നിശ്ചയിച്ച കാര്യത്തിൽ പെട്ടതാണ്. അവർക്ക് ഹൈദ് ഉണ്ടാവും. പിന്നെ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർ കുട്ടികളെ പ്രസവിക്കും. ഇത് തടഞ്ഞു വെക്കുന്നിടത്തോളം അവരുടെ ശരീരത്തിന് ഈ കഴിവ് നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ മെഡിക്കൽ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് കാണാം. എനിക്കിതിനെ കുറിച്ച് വലിയ വിവരമില്ല, അവർ പറഞ്ഞു പറയാം. സ്ത്രീ എത്രമാത്രം പ്രസവിക്കുന്നു അത്രയും അവളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാൽ ഇടവേളകളും മറ്റൊക്കെ പാലിച്ചുകൊണ്ടും ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ടും. കാരണം അത് സ്ത്രീയുടെ ശരീരത്തിന്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്. ഇത് കുറെ പ്രായമെത്തിയിട്ട് പ്രസവിക്കാതെ ദിവസം കല്യാണം കഴിച്ച് പിന്നെ കുട്ടി ഉണ്ടാവുന്നില്ല. മാത്രമല്ല, നീ 30ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എത്ര പ്രായമെത്തണം ആ കുട്ടിയെ നീ ഒന്ന്, ആ കുട്ടിയെ കൊണ്ടുള്ള ഒരു ഫലം നീ കണ്ടു തുടങ്ങണമെങ്കിൽ നിനക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? നിന്റെ കുഞ്ഞിന്റെ ഒരു ഫലം കണ്ടു തുടങ്ങാനുള്ളൊരു പ്രായമാകുന്ന സമയത്ത് നീ കിടക്കലെത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ മരിച്ചിട്ട് തന്നെ ഉണ്ടാവും. ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അവന്റെ മക്കളാണ്. അത് ആളുകൾക്ക് ഇന്ന് മനസ്സിലാവുന്നില്ല. അവരവരുടെ മക്കൾ എന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റാണ്. പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം. പരലോകവും ദുനിയാവും രണ്ടർത്ഥത്തിലും മക്കൾ ഇൻവെസ്റ്റ്മെന്റാണ്. നീ ഉണ്ടാക്കുന്ന എത്ര വലിയ സമ്പത്തിനേക്കാളും വലുതാണത്. ഈ ഗൾഫിലും മറ്റൊക്കെ പോയി നിന്നിട്ട് മക്കളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ്. വാപ്പാന്ന് പറഞ്ഞാൽ കുട്ടികൾ ചിലർക്ക് അറിയുന്നില്ല. ചിലപ്പോൾ ജീവിതത്തിലെ അവസ്ഥകളും സാഹചര്യങ്ങളും, ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. എന്നാലും പണം കൂടുതൽ ഉണ്ടാക്കുക. കുട്ടികളായിട്ടുള്ള അവന്റെ ബന്ധമോ അപ്പാൻ അവൻ അറിയുന്നില്ല. അങ്ങനെ മാസാമാസം പൈസ വരും. ഇങ്ങനെ ആവരുത്. മക്കളെ, സഹോദരങ്ങളെ അള്ളാഹു നൽകിയ നിഅമത്തുകളിൽ പെട്ടതാണ്. ആ നിഅമത്ത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പറഞ്ഞ വിഷയത്തെ കുറിച്ച് ഞങ്ങൾ മാറിപ്പോയി. നാലാമത്തെ ബാധ്യത വഅല്ലാ യുഅബദ അല്ലാഹു ഇല്ലാ ബിമാ ശറഅ.
അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് പ്രകാരമല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അത് എന്റെ ഓർമ്മയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിച്ച സമയത്ത് നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. സമയമില്ല കഴിയാനേ. ഇതാണ് ഷഹാദത്ത് കലിമയുടെ മുഖ്തബ. അടുത്തത് ഹുഖൂഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉമ്മത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ഉമ്മത്തിനു മേലുള്ള അവകാശങ്ങൾ. ثم اعلم ان للنبي صلى الله عليه وسلم حقوقا على امته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ഉമ്മത്തിനു മേൽ ചില അവകാശങ്ങളുണ്ട്. വഅഹമ്മുഹ അർബഅ, ധാരാളമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 4 കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ എഴുതപ്പെട്ട 2 വോള്യൂം മറ്റൊക്കെയുള്ള കിതാബുകളുണ്ട്. അതുപോലെ തന്നെ ഷിഫാ ഫി ഹുഖൂഖുൽ മുസ്തഫ എന്ന് പറഞ്ഞ ഖാദി ഇയാദിന്റെ കിതാബുണ്ട്. പഴയ കാലം മുതലേ ഈ വിഷയത്തിൽ വലിയ വലിയ കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിനോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഈമാനു ബിനുബുവ്വതിഹി വറിസാലതിഹി, ഒന്നാമത്തെ ബാധ്യത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നുബുവത്തിൽ പ്രവാചകത്വത്തിൽ വിശ്വസിക്കുക. 2 മഹബ്ബത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മഹബ്ബത്തില്ലാഹ്, അല്ലാഹുവിനെ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരിക്കണം നിനക്ക് ഏറ്റവും സ്നേഹം ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം അധികരിക്കാൻ നിന്നെ സഹായിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അവിടുത്തെ ഹദീസുകൾ പഠിക്കുക എന്നുള്ളത്, അവിടുത്തെ ചരിത്രം പഠിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനു വേണ്ടി നടത്തിയ നസീഹത്ത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. അത് റസൂലുള്ളാഹിയുടെ സ്നേഹം അധികരിക്കാൻ നിന്നെ സഹായിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് നിനക്ക് നിന്നോടുള്ളതിനേക്കാൾ ഇഷ്ടമുണ്ടായിരിക്കണം. നിന്റെ പിതാവിനോട് ഉമ്മയോടും ഉള്ളതിനേക്കാൾ ഇഷ്ടമുണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ അവിടുത്തോളം നമുക്ക് സ്നേഹമുള്ള മറ്റൊരാളില്ല. അവിടുന്ന് നമ്മുടെ മനസ്സിന് അത്രയും പ്രിയങ്കരമാണ്. അവിടുത്തെ ഓർമ്മകളും അവിടുത്തെ കുറിച്ച് പറയാന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനത് വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം തഅസീറുഹു വതൗഖീറുഹു വതഅസീമുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിന്തുണക്കുകയും അവിടുത്തെ ആദരിക്കുകയും അവിടുത്തെ ബഹുമാനിക്കുകയും ചെയ്യണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് വിശദീകരണം ആവശ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ആദരിക്കേണ്ടത്? അവിടുത്തെ വാക്കുകൾ പറയുമ്പോൾ ആദരവുണ്ടായിരിക്കണം. ഇപ്പോ ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, ഖുർആൻ കേട്ടാൽ മിണ്ടാതിരിക്കണം എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതിന് സമാനമായി ഹദീസുകൾ കേട്ടാലും അതിന് ശ്രദ്ധയോടുകൂടി മിണ്ടാതിരിക്കണം എന്ന് തബീഈങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞേക്കണം. അള്ളാഹു റസൂൽ ഹദീസ് പറയുന്നുണ്ടെങ്കിൽ കേട്ടിരിക്കണം, വർത്താനം പറയരുത്, ശബ്ദം ഉയർത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് പറയുന്ന സ്ഥലത്ത് ഒച്ച ഉയർത്തരുത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറയുന്നതിന് വേണ്ടി ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം നല്ല വസ്ത്രം ധരിക്കുകയും നല്ല ചെരുപ്പ് ധരിക്കുകയും ശരീരത്തിൽ സുഗന്ധം പുരട്ടുകയും ചെയ്യുമായിരുന്നു എന്ന് കാണാം. ഹദീസ് പറയാൻ വേണ്ടി വരുമ്പോൾ ഹദീസിനോടുള്ള ആദരവ് കാരണത്താൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ നമുക്ക് ബഹുമാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്ത് അതിൽപ്പെട്ടതാണ്. ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് ആദരവുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ അടയാളം അവൻ തൗഹീദിന് പ്രാധാന്യം കൊടുക്കാന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനെ ഏറ്റവും അധികം ശ്രദ്ധിച്ച ആളായിരുന്നു. പലപ്പോഴും ഈ ആദരവിന്റെ പേര് പറഞ്ഞ ആൾക്കാർക്ക് തൗഹീദ് പഴക്കാറുള്ളത്. ആദരവ് ഉള്ളതിന്റെ യഥാർത്ഥ അടയാളം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവ് കാണിച്ചതിനോട് ആദരവ് കാണിക്കാന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി ലാ അഅലമു അന്നക ഹജർ ലാ തൻഫഉ വലാ തദുർ. നീ ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം, നിനക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല. അല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവാണ്. അതാണ് ആദരവ്. അങ്ങനെയാണ് ആദരിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ എന്തിന് ആദരവ് കൊടുത്തു അതിനെ ആദരിക്കുക. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക ലമാ ഖബ്ബൽതുക. അള്ളാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കില്ലായിരുന്നു. അത് ആദരവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബൈഅത്തു റിദ്വാൻ കരാർ ചെയ്തത് ഒരു മരത്തിന് താഴെയായിരുന്നു.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ചില ആളുകൾ ഇത് ബൈഅത്തു റിദ്വാനിന്റെ മരമാണ് എന്ന പേരിൽ ഒരു മരത്തിന്റെ പുറകെ കൂടി. സഹാബികൾ പറഞ്ഞേക്കണം, ആ മരം ബൈഅത്ത് ചെയ്തതിന് ശേഷം പിന്നെ ആ മരം ഏതായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കില്ല. അടുത്ത് പോയതിനു ശേഷം അത് ചില റിവായത്തുകൾ കാണാം, അതൊരു ഫിത്നക്കുള്ള തടയിടലായിരുന്നു. പിന്നെ ആൾക്കാർ ആ മരത്തിന്റെ പിന്നിലായിരുന്നു. അപ്പൊ ആ മരം ഏതായിരുന്നു എന്ന് ആളുകൾക്ക് പിന്നെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ ചില ആളുകൾ ഒരു മരം ബൈഅത്തു റിദ്വാനിന്റെ മരമാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പിറകിൽ കൂടാൻ തുടങ്ങി. അത് അറിഞ്ഞ ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പന കൊടുത്തു, അത് വേരോട് കൂടി പിഴുത് പുറത്തേക്ക് ഇറങ്ങി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവാണ്. അതുപോലെ തന്നെ ശാഫിഈ ഇമാം പറഞ്ഞതായി കാണാം, എന്റെ കാലഘട്ടത്തിൽ ഭരണാധികാരികളുടെ കൽപ്പന പ്രകാരം കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകൾ തട്ടി നിരപ്പാക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇമാം ഷാഫി പറയാൻ, ഫുഖഹാക്കളിൽ ഒരാൾ പോലും അതിനെ എതിർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് അള്ളാഹുവിന്റെ റസൂലിനുള്ള ആദരവാണ്. കെട്ടിപ്പൊക്കിയ ഖബർ തട്ടി നിരപ്പാക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവാണ്. ഇന്ന് ആൾക്കാർ പറയുന്നത് കണ്ടില്ലേ, ഈ ഗവൺമെന്റ് വന്നിട്ട് അവിടെ മസ്ജിദ് നബിയിൽ എത്ര ഖബർ പൊക്കിയിട്ടുണ്ടായിരുന്നു, ഒക്കെ പൊളിച്ചു കളഞ്ഞു. കണ്ടില്ലേ, റസൂലുള്ളാഹിനോട് ആദരവില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാണ് അവർ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അലി ഇബ്നു അബീ ത്വാലിബിനോട് നൽകിയ കൽപ്പനയായിരുന്നു അത്. അലി ഇബ്നു അബീ ത്വാലിബ് അദ്ദേഹത്തിന്റെ അമീറായിരുന്ന അബുൽ ഹയ്യാജ് അൽ അസദിയോട് പറഞ്ഞു, അലാ അബ്അസുക അലാ മാ ബഅസനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നെ നിയോഗിച്ച ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹ് വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ്. നാട്ടി നിർത്തിയ ഒരു രൂപവും ഒരു വിഗ്രഹവും നീ തകർക്കാതെ വിട്ടേക്കരുത്. ശിർക്കിന് വഴിയൊരുക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഒന്നിനെ നിർത്തരുത്. ഇന്ന് ആൾക്കാർ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയാൽ അതൊക്കെ സംസ്കാരമായിരുന്നു, നമ്മുടെ പഴയകാലത്തെ സാംസ്കാരിക അടയാളങ്ങളാണ്, അവശേഷിപ്പുകളാണ്. ഒന്നിനെ നിർത്തരുത്, തകർത്തേക്ക്. വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ്, ഉയർത്തി നിർത്തിയ ഏതൊക്കെ ഖബറുകളുണ്ടോ അതൊക്കെ നീ തട്ടി നിരപ്പാക്കാതെ വിട്ടേക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിൽപ്പെട്ടതാണ് കെട്ടി ഉയർത്തിയ ഖബറുകൾ നിരപ്പാക്കുക എന്നുള്ളത്. ഈ മസ്ജിദിന്റെ കമ്മിറ്റികളിൽ പെട്ട ആൾക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാതെ, ഈ നിങ്ങളുടെ പള്ളികളിൽ ഏതെങ്കിലും ജാറങ്ങൾ ഇങ്ങനെ കെട്ടി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ സഹോദര, അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനയാണ് നിരപ്പാക്കണം എന്നുള്ളത്. നീ കമ്മിറ്റിയിലുണ്ടെങ്കിൽ കമ്മിറ്റി പോയി സംസാരിക്കണം. ഏതെങ്കിലും പള്ളി കമ്മിറ്റിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ, കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ കൽപ്പനയാണ്. നിനക്ക് റസൂലുള്ളാഹിനോട് ബഹുമാനം ഉണ്ടോ? ഈ കെട്ടി ഉയർത്തിയ ഖബർ നിലനിർത്തരുത്, അത് നീക്കം ചെയ്യുക എന്നതാണ് റസൂലുള്ളാഹിനോടുള്ള ആദരവ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇമാമിന്റെ മദ്ഹബ് അതിന് വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടില്ല. ഏതൊക്കെ കിതാബ് എടുത്തോ, ഒരു കിതാബിലുമില്ല. പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബിൽ, ഷാഫിഈ മദ്ഹബ് ഖബറിന്റെ വിഷയത്തിൽ ഇത്രയും വിശദമായ കൽപ്പനകൾ വന്ന വേറെ മദ്ഹബ് ഉണ്ടാവില്ല. അത്രയും ശക്തമായി ഷാഫിഈ മദ്ഹബിൽ ഈ വിഷയം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിൽപ്പെട്ടതാണ് അവിടുന്ന് ആദരിച്ചതിനെ ആദരിക്കുക, അവിടുത്തെ ആദരിക്കാൻ. അപ്പൊ അവിടുത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നീ ചെയ്യരുത്. ഖബറിന്റെ അടുത്ത് പോയാൽ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് ചെന്നാൽ ചില ആൾക്കാർ നിസ്കാരത്തിലുണ്ടാവില്ല എത്ര തഖ്വ, അങ്ങനെയാണ് അവിടെ നിൽക്കുക. അവിടെ നിന്നിട്ട് തന്റെ വിഷമങ്ങൾ പറയുന്നു, പ്രയാസങ്ങൾ പറയുന്നു. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഹുജറത്ത്, അതിന് ചെറിയ ഓട്ട ഒരു കാലത്ത് വന്നു. അങ്ങനെ ഇരിക്കെ അലി ഇബ്നു അബീ ത്വാലിബിന്റെ പേരക്കുട്ടിയായ സൈനുൽ ആബിദീൻ അദ്ദേഹം നോക്കുമ്പോഴുണ്ട് ആ ഒരു മനുഷ്യൻ ആ ഓട്ടന്റെ അടുത്ത് പോയിട്ട് ദുആ ചെയ്യുന്നു. ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ്, റസൂലിനോടല്ല പ്രാർത്ഥിക്കുന്നത്, അള്ളാഹിനോടാണ് ദുആ ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം അവിടത്തേക്ക് ചെന്നുകൊണ്ട് അയാളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി എന്റെ പാപ്പ വല്ലിപ്പയിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബറി വസനൻ യുഅബദ്, അള്ളാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് പറഞ്ഞു. നീ ഇവിടുന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ
നോക്കൂ, അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഖബറിന്റെ അടുത്ത്. അതിന് തെളിവായി സഹാബികൾ കണ്ട ഹദീസ് നോക്കൂ. ഏതാ ഹദീസ് നോക്കൂ? ഖബറിന് വിഗ്രഹാക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഖബറിന്റെ അടുത്ത് ഇബാദത്ത് ചെയ്ത് അതിനുള്ള സ്ഥലമാക്കി അതിനെ മാറ്റിയാൽ ഖബർ വിഗ്രഹമാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിന്റെ ഭാഗമാണ് അവിടുന്ന് ആദരിച്ചതിനെ ആദരിക്കുക എന്നത്. അതുകൊണ്ടാണ് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട അല്ലെ റസൂലുള്ളാഹിനോടുള്ള ആദരവിൽപ്പെട്ടതാണ് അഹ്ലുൽ ബൈത്തിനെ ആദരിക്കുക എന്നുള്ളത്. അഹ്ലുൽ ബൈത്ത് അവരോടുള്ള ആദരവ് എങ്ങനെയായിരിക്കണം? അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ചില പണ്ഡിതർ ഹസൻ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, അഹിബ്ബൂന ഹുബ്ബൽ ഇസ്ലാം വലാ തുഹിബ്ബൂന ഹുബ്ബൽ അസ്നാം. ഞങ്ങളെ നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ സ്നേഹിക്കുക, വിഗ്രഹങ്ങളെ സ്നേഹിക്കുന്നത് പോലെയല്ല സ്നേഹിക്കേണ്ടത്. എന്താ വിഗ്രഹങ്ങളെ സ്നേഹിക്കുന്നത്? വിഗ്രഹങ്ങളെ പൂജിക്കുന്നത് പോലെ ഞങ്ങളെ പൂജിക്കുക എന്നുള്ളതല്ല സ്നേഹം. ഇസ്ലാമിന്റെ പേരിലുള്ള സ്നേഹമാണ് ഞങ്ങളോട് നിങ്ങൾ കാണിക്കുക. അഹ്ലുൽ ബൈത്ത് പറഞ്ഞ വാക്കാണ്. അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കാം. നാലാമത്തെ കാര്യം ത്വാഅതുഹു വത്തിബാഉഹു വത്തസ്ലീമു ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും അവിടുത്തെ പിൻപറ്റുകയും അവിടുത്തെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുകയും ചെയ്യുക. അത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നോക്കൂ, അതിന്റെ തൊട്ട് മുൻപ് ഒരു അധ്യായമുണ്ട്. ഞാനത് ശരിക്കും പുറത്ത് വരേണ്ടതായിരുന്നു, അത് ഇവിടെ ആയിപ്പോയി. ജവാമിഉ ഷഹാദ. അത് ഷഹാദത്ത്, രണ്ട് ഷഹാദത്തുകളും ഒരുമിച്ച് നിൽക്കുമ്പോൾ നൽകുന്ന സന്ദേശങ്ങൾ. ഈ രണ്ട് ഷഹാദത്തും ഒരുമിച്ചോടോടുകൂടി നിനക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ثم اعلم زادك الله علما نافعا أن شهادتي الإسلام تجمعان وصولا عظيمة في اجتماعهما. ഇസ്ലാമിന്റെ ഈ രണ്ട് ഷഹാദത്തുകൾ അവ ചേർത്ത് വെക്കുമ്പോൾ ദീനിലെ പ്രധാനപ്പെട്ട ചില അടിത്തറകൾ നിനക്ക് ലഭിക്കുന്നതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചാൽ നിനക്ക് ചില പാഠങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ട്. ഒന്ന് നൗആനി മിന തൗഹീദ് വഹുമാ തൗഹീദുൽ ഇബാദ വതൗഹീദുൽ ത്വാഅ. തൗഹീദിന്റെ രണ്ട് ഇനങ്ങൾ. ഒന്ന് ഏതാണ്? തൗഹീദുൽ ഇബാദ, ഇബാദത്ത്, അതിലുള്ള തൗഹീദ്. അതെങ്ങനെ? അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ളത്. അത് എവിടെ കിട്ടിയത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കേട്ടാൽ എന്ത് മനസ്സിലാക്കാം? ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാണ്. രണ്ട് തൗഹീദുൽ ത്വാഅ, അനുസരണം, അത് അള്ളാഹുവിനും അവന്റെ റസൂലിനും മാത്രമാണ് നിരുപാധികമായി ഉള്ളത്. നിരുപാധികം, പ്രത്യേക ശ്രദ്ധിക്കും, നിരുപാധികമുള്ള അനുസരണം. അതല്ലാതെയുള്ള അനുസരണം അള്ളാഹുവിനും റസൂലിനും അനുയോജ്യമായ കാര്യം, അവർ പറഞ്ഞതിന് വിരുദ്ധമാകാത്ത കാര്യങ്ങളിൽ ഭരണാധികാരിയെ അനുസരിക്കണം, അതുപോലെ തന്നെ പണ്ഡിതന്മാരെ അനുസരിക്കണം, അതുപോലെ തന്നെ വാപ്പയമ്മയും പറഞ്ഞനുസരിക്കണം, മൂത്ത ആൾക്കാർ പറഞ്ഞനുസരിക്കണം, ഇതൊക്കെ അനുസരിക്കണം. അതൊക്കെ ഏത് ഉപാധി വെച്ചിട്ടാ? അള്ളാഹും അവന്റെ റസൂൽ പറഞ്ഞതിനോട് അനുയോജ്യമോ അല്ലെങ്കിൽ അതിന് വിരുദ്ധമാകാത്തതോ ആയിരിക്കണം. അതുകൂടി ശ്രദ്ധിക്കണം. വിരുദ്ധമാകാത്തതായിരിക്കും. എന്താ വിരുദ്ധമാകാത്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു ഭൗതികമായ കാര്യമായിരിക്കും, പ്രത്യേകിച്ച് നന്മയോ അല്ല എന്നാൽ തിന്മയല്ല, ഒരു ഭൗതികമായ, കേവല ഭൗതികമായ കാര്യം. ഭരണാധികാരികളുടെ പല കൽപ്പനകൾ, മുസ്ലിം രാജ്യങ്ങൾ ഇസ്ലാമിക ഭരണാധികാരികൾ നൽകുന്ന പല കൽപ്പന അങ്ങനത്താണ്. അത്തരം കാര്യങ്ങൾ അവരെ അനുസരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലുമുള്ള അനുസരണത്തിൽ പെട്ടതാണ്. രണ്ട്, ഷർത്താനി ലി ഖബൂലിൽ അഅമാൽ, പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനുള്ള രണ്ട് നിബന്ധനകൾ. വഹുമൽ ഇഖ്ലാസ് വൽ ഇത്തിബാ. അമല് സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനയാണ്. ഇതൊക്കെ ഒന്ന് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, രണ്ട് ഇത്തിബാ ഉണ്ടായിരിക്കണം. ഇത് രണ്ട് ഷഹാദത്തിന് കിട്ടും. എങ്ങനെ കിട്ടുക? ഇഖ്ലാസ് എവിടെ കിട്ടുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ഇഖ്ലാസ് ഉണ്ട്. ഇത്തിബാ എവിടുന്ന് കിട്ടുക? മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൽ നിന്ന് കിട്ടും. മൂന്ന്, അഅ്ളമുൽ ഹഖ്ഖൈൻ, രണ്ട് പ്രധാനപ്പെട്ട ഹക്കുകൾ, ബാധ്യതകൾ. വഹുമ ഹഖ്ഖുല്ലാഹി വഹഖ്ഖു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോടുള്ള ബാധ്യതയും അവന്റെ റസൂലിനോടുള്ള ബാധ്യതയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനുള്ള ബാധ്യത അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, റസൂലുള്ളാഹിയുടെ ബാധ്യത അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇസ്ലാഹുൽ മൗത്തിനൈൻ, രണ്ട് സ്ഥലങ്ങൾ, രണ്ട് സ്ഥാനങ്ങൾ നന്നാക്കേണ്ടതിന്റെ ആവശ്യകത. വഹുമൽ ഖൽബു വൽ ജവാരിഹ്, ഹൃദയവും ശരീരാവയവങ്ങളുമാണ്. ഹൃദയം നന്നാകണമെങ്കിൽ എന്തു വേണം? അള്ളാഹിനോടുള്ള ബന്ധം ശരിയായിരിക്കണം. പുറം നന്നാവണമെങ്കിലോ അള്ളാഹിന്റെ റസൂലെ പിൻപറ്റണം. നീ എത്ര നിസ്കാരം ഏറ്റവും നല്ല നിസ്കാരം എപ്പോഴാണ്? ഒന്ന് ഉള്ളില് അള്ളാഹിനോടുള്ള ബന്ധം ഉണ്ടായിരിക്കണം. പുറത്ത് റസൂൽ നിസ്കരിച്ച പോലെ തന്നെ നിസ്കരിക്കുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും ഒരുമിക്കുന്നതിനനുസരിച്ച് നിസ്കാരത്തിന്റെ പുണ്യം അധികരിക്കാം.
ഇതിലേതിലും ഒന്ന് കുറഞ്ഞാലോ നല്ല ചെക്കുണ്ട്. പക്ഷെ നിസ്കാരം തോന്നിയ പോലത്തെ ആണെങ്കിലോ പറ്റില്ല. അതില്ലെങ്കിൽ നിസ്കാരം പുറമേക്ക് നല്ലതാണ്. അതിനാണ് ചിലർ പറഞ്ഞു ഖുശൂ നിഫാഖ് എന്ന് പറഞ്ഞത്. നിഫാഖിന്റെ ഖുശൂ എന്ന് ചിലർ പറഞ്ഞത് പുറമേക്ക് നിസ്കാരം നല്ലതാണ്, പക്ഷെ ഉള്ളിൽ യാതൊരു ദിക്റുമില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള യാതൊരു സ്മരണയില്ല. അങ്ങനത്തെ നിസ്കാരം നിഫാഖിന്റെ ഖുശൂ ആണെന്നാണ്, കപട ഖുശൂ ആണെന്നാണ്. പുറമേക്ക് കണ്ടാൽ ഭയങ്കര സൂക്ഷ്മത ഉണ്ട്, പക്ഷെ നിസ്കാരത്തിന്റെ ഉള്ളിൽ യാതൊരു ശ്രദ്ധയില്ല. അങ്ങനെയുള്ള നിസ്കാരം ശരിയായ അർത്ഥത്തിലേക്കായിട്ടില്ല. ഇതാണ് ഷഹാദത്ത് കലിമയുടെ വിഷയത്തിൽ പറയാനുള്ളത്. അതിന്റെ അവസാനത്തിൽ കാണാം തജ്ദീദുൽ അഹ്ദി ബിശ്ശഹാദ, ഷഹാദത്ത് കലിമയുമായിട്ടുള്ള കരാർ പുതുക്കൽ. വിഷയത്തിൽ ഷെയ്ഖ് സാലിം തൗയിൽ ഒരു കിതാബിലുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അറബി അറിയുന്ന ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവുക കിതാബ്. അതായത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഷഹാദത്ത് കലിമ അള്ളാഹു ആവർത്തിച്ച് പല തവണ ഉച്ചരിപ്പിക്കുന്നുണ്ട്. അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? ഇതിലൊറ്റ സന്ദർഭമേ കൊടുത്തിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബിന്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവദ്ദഉ, നിങ്ങളിൽ ഒരാൾ വുദൂ ചെയ്യുകയാണ്, ഫയുബ്ലിഗു ഔ യുസ്ബിഗു അൽ വുദൂഅ, എന്നിട്ട് അവൻ വുദൂ അതിന്റെ ഏറ്റവും പൂർണ്ണതയിലെത്തിക്കാൻ നല്ല രൂപത്തിൽ വുദൂ ചെയ്തു. സുമ്മ യഖൂലു, എന്നിട്ട് അവൻ പറയാൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു, അങ്ങനെ അവൻ പറഞ്ഞാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ഷാ, അവനു വേണ്ടി 8 സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളും തുറക്കപ്പെടും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഫദ്ലാണ് നോക്കൂ നിങ്ങൾ. അമൽ എത്ര ചെറുതാൻ. വുദൂ മര്യാദക്ക് എടുക്കുക, പൂർണ്ണമായും വുദൂ ചെയ്യാം, അതായത് സുന്നത്തുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടുള്ള വുദൂ ചെയ്യാം. എന്നിട്ട് ഈ ദിക്ർ ചൊല്ലുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അവനു വേണ്ടി സ്വർഗത്തിന്റെ 8 കവാടം തുറക്കുന്നതാണ്. അവൻ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ പ്രവേശിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഈ ഹദീസ് എന്താണ്? ഒരു ദിവസം ഒരു മനുഷ്യൻ ഷഹാദത്ത് കലിമ ആവർത്തിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭമാണ്. അല്ലാതെ കുറെ സമയമുണ്ട്, ബാങ്കിന്റെ സമയം, ഖാമത്തിന്റെ സമയം, അങ്ങനെ പല സമയങ്ങളിലുണ്ട്. സഹോദരങ്ങൾ, ഇതാണ് ഷഹാദത്ത് കലിമയുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ, നമ്മൾ കേട്ട ചില കാര്യങ്ങൾ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടിത്തറയാണിത്. ഇത് എത്ര പഠിച്ചാലും എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഷഹാദത്ത് കലിമയെ കുറിച്ചുള്ള വിജ്ഞാനം അവസാനിക്കുകയില്ല. ദീനിന്റെ വലിയ അടിത്തറകൾ ഈ പറഞ്ഞ 2 വാക്കുകളിലുണ്ട്. വീണ്ടും വീണ്ടും ഇത് പഠിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ അറിയാനും നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ ദർസുകളും ഇത് അവസാനിക്കുമ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലെ കുട്ടികളോട് എനിക്ക് വളരെ ആഗ്രഹത്തോടു കൂടി പറയാനുള്ളത്, നിങ്ങൾ പഠിക്കണം, ദീന് നന്നായി പഠിക്കണം, നല്ലോ പഠിക്കണം. ഇത് വെറുതെ ഒരു പഠിപ്പായി പോയത്. നിങ്ങളിങ്ങനെ ഇരിക്കുന്ന ഈ സദസ്സിൽ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ അവസ്ഥ ഉയരുകയും പിന്നെ നിങ്ങൾക്ക് തന്നെ അറബിയിൽ കേട്ട് മനസ്സിലാക്കാനും, ഖുർആൻ കേട്ടാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും, ഹദീസ് കേട്ടാൽ അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാനും, അതുപോലെ തന്നെ പിന്നെ പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ പോയിരുന്നാൽ ദീൻ കേട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരണം. എല്ലാ കാലം ഇങ്ങനെ കേട്ടിരിക്കാം അതിനല്ല, നമ്മൾ മുന്നിലേക്ക് എത്തണം, നല്ലോ പഠിക്കണം, നല്ലോ ഉയരത്തിലേക്ക് എത്തണം. കുറെ വർഷമായി ഇപ്പോഴും ഖുർആൻ വരെയൊക്കെ ഓതാറിയില്ല എന്നാണ്. എത്ര മോശത്തരാണ്. സലഫിയ എന്ന് പേര് പറഞ്ഞു നടക്കുന്ന ഒരാൾ ഖുർആൻ ഓതാറിയില്ല, എത്ര മോശമാണത്. അതുപോലെ ഖുർആനിലെ ബേസിക് സൂറത്തുകൾ അർത്ഥം അറിയില്ല. അങ്ങനെ ആവരുത്. നമ്മൾ നല്ലവണ്ണം പഠിക്കണം, നന്നായി പഠിക്കണം. കുറച്ച് പഠിച്ചാൽ പോരാ. പക്ഷെ ഈ നന്നായി പഠിക്കണം എന്ന് പറയുമ്പോൾ ഒരു ദിവസം 5 മണിക്കൂർ ഇനി നാളെ മുതൽ ഞാൻ പഠിക്കും എന്ന് തീരുമാനത്ത് ഇറങ്ങിയാൽ അത് 2 ദിവസം കൂടി മുന്നോട്ട് പോകില്ല. കുറച്ച് പഠിച്ചാൽ മതി, പക്ഷെ കുറെ കാലം നിലനിർത്തുക. അടുത്ത കൊല്ലം കാണുമ്പോൾ ഇതേപോലെ തന്നെ കാണാൻ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും. അതിന്റെ അടുത്ത കൊല്ലം കാണുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാകും. വ്യത്യാസം ഉണ്ടാകണം. വിവരത്തിലും അമലിലും സ്വഭാവത്തിലും അള്ളാഹുമായുള്ള ബന്ധത്തിലുമൊക്കെ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങണം. ബാക്കിലേക്കല്ല, മുന്നിലേക്ക്. അങ്ങനെ ഉണ്ടായിരിക്കണം നമുക്ക്. അത് സഹോദരങ്ങളെ പഠിക്കുന്നതിലൂടെ അല്ലാതെ അത് നേടിയെടുക്കാൻ പറ്റൂല. അള്ളാഹ് പറഞ്ഞു നോക്കൂ, ഇന്നമാ യഖ്ശല്ലാഹ് മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിനെ യഥാരൂപത്തിൽ ഭയക്കുന്നത് ഉലമാക്കൾ മാത്രമാണ്. ഉലമാക്കൾ മാത്രമാണെന്നാണ് അതിന്റെ അർത്ഥം. തഫ്സീറിലെ ഉലമാ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ ചില പറഞ്ഞു, കാരണം ഖശിയത്ത് എന്നത് കേവല ഭയമല്ല,
മറിച്ച് വ്യക്തമായ അറിവോടുകൂടിയുള്ള ഭയമാണ്. അപ്പൊ നിനക്ക് ഒരാളെ കുറിച്ച് ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവും. അയാളെ കുറിച്ച് ഒന്ന് രണ്ട് ആൾക്കാരെന്തോ പറഞ്ഞു, പേടിക്കാം, അതൊരു പേടിയാണ്. പക്ഷെ നീ ഒരാളുടെ ഗാംഭീര്യവും അയാൾ ചെയ്ത പ്രവർത്തനങ്ങളും അയാളുടെ മേന്മകളും അയാളെക്കുറിച്ച് നീ പലതും അറിഞ്ഞതിന് ശേഷം നിനക്കുണ്ടാകുന്ന ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ കലർന്ന ഒരു ഭയമുണ്ട്. അത് വേറെയാണ്, അത് ഈ ഭയമല്ല. ഒരു വെറുതെ ഉള്ളൊരു പേടി പോലല്ല. ഒരാൾക്കൊരു ആനനെ കണ്ട ഒരു പേടി ഉണ്ടാവും, പക്ഷേ അത് ഒരു പേടിയാണ്. ആ പേടിയെ കുറിച്ചല്ല ഖശിയത്ത് എന്ന് പറയും. അങ്ങനെ ആവണം. നമ്മളെല്ലാവരും പഠിക്കണം, നന്നായി പഠിക്കുക എന്നത്, ദീൻ പഠിക്കുകയും അത് അമലാക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, നിങ്ങൾക്ക് അതിന്റെ ഗുണം പിന്നീട് മനസ്സിലാവും. പഠിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ഇപ്പൊ തന്നെ ഇതിന്റെ ഫലം കാണണം, ഞാൻ പഠിച്ചു ഇപ്പത്തെ മുത്തക്കയാവണം, ഇല്ല. കുറച്ച് ആവുള്ളൂ. മനുഷ്യനെ എന്ത് വന്നാലും നമ്മൾ സ്വബ്രോടുകൂടി പിടിച്ചു നിൽക്കാൻ, ഖൈർ നന്നാക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم إنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا تقبل منا إنك أنت السميع العليم، تب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.